Hi all, welcome to the class Language Across the Curriculum. ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ പഠിക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ നമുക്ക് ഒരു ലാംഗ്വേജ്, ഏതൊരു കണ്ടന്റ് നമ്മൾ പഠിക്കുകയാണെങ്കിലും ലാംഗ്വേജ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സോ ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം എന്ന പേപ്പറിലേക്ക് എല്ലാവരെയും സ്വാഗതം. ഇന്ന് അതിന്റെ രണ്ടാമത്തെ സെഷനാണ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? വെൽക്കം കാണുന്നുണ്ടോ? യെസ്. ജുവേഴ്സ്, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനമാണ് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം. ഇതിലെ ഫസ്റ്റ് യൂണിറ്റിന്റെ ആദ്യ പാർട്ടാണ് നമ്മൾ കണ്ടത്, കോൺസെപ്റ്റലൈസേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം. അതിൽ എന്താണ് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം എന്നുള്ള അതിന്റെ മീനിങ് ആണ് നമ്മൾ ആദ്യം കണ്ടത്. ദെൻ കോൺസെപ്റ്റ് ഓഫ് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം, ഇതിന് ഷോർട്ടായിട്ട് LAC, ലാക് എന്ന പേരിലാണ് നമ്മൾ വിളിക്കുക. ചെറിയൊരു എക്സസൈസ് ടെക്സ്റ്റിലുണ്ട്, അത് നോക്കണം എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് വാട്ട് ആർ ദ ഗോൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം? എന്തിനാണ് ഈ വ്യത്യസ്തമായ ഡിസിപ്ലിൻസിൽ, വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെന്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു ലാംഗ്വേജ് എന്തിനാണ്? അതിന്റെ ഗോള്, അതിന്റെ എയിംസ്, അതിന്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദെൻ ബെനിഫിറ്റ്സ്. ബെനിഫിറ്റ്സ് തന്നെ ഫോർ സ്റ്റുഡൻസും ഉണ്ട്, ഫോർ ടീച്ചേഴ്സും ഉണ്ട്. ഈ രണ്ടു പേർക്കുള്ള ബെനിഫിറ്റുകൾ വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഓക്കെ, ആം റൈറ്റ്? യെസ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ കൊമേഴ്സ് എന്നുള്ള കുട്ടികളുണ്ട്, ബയോളജി പഠിച്ച കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ച ആളുകളുണ്ട്, വ്യത്യസ്ത തരം ആളുകളുണ്ട്. സോ അവർക്കൊക്കെ ഇപ്പൊ കോമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ്, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ആ ഒരു വിഷയം അവർ പഠിച്ചിട്ടുണ്ടാവുക ഒന്നുകിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ മലയാളം ലാംഗ്വേജിൽ ഒക്കെ ഇരിക്കാം. സോ മോസ്റ്റ് ഓഫ് ദം വി സ്റ്റഡി ദ ഡിസിപ്ലിൻ ഓർ അവർ സബ്ജക്ട് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന അല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് അറിയുന്ന പഠിച്ച ഒരാൾക്ക് അവരുടെ സബ്ജക്റ്റ്, അവരുടെ ഡിസിപ്ലിനിൽ എത്രത്തോളം തിളങ്ങാൻ പറ്റും എന്നുള്ളതിന്റെ ബെനിഫിറ്റ് ആണ് ഇവിടെ ഫോർ സ്റ്റുഡൻസ് ആൻഡ് ഫോർ ടീച്ചേഴ്സ് എന്നുള്ളതിൽ പറഞ്ഞത്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ലാംഗ്വേജ് അക്രോസ് കരിക്കുലം, ദാറ്റ് മീൻസ് ഇപ്പൊ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൂടി പഠിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന്റെ ചില ഡിഫിക്കൽട്ടീസ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടാനുണ്ടോ? സോ കോഴ്സ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ്, എഡ്യൂക്കേഷനിസ്റ്റ് പറഞ്ഞു വെക്കുന്നത് സെവറൽ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് അതിനുണ്ട് എന്നാണ്. ഓക്കെ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു 3 ഡിഫിക്കൽട്ടീസ് പറയുന്നുണ്ട്. ഒന്ന്, ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സബ്ജക്ട് ടീച്ചേഴ്സ് ഹു അസിസ്റ്റ് ആൻഡ് ഒബ്ജക്ട് ദിസ് അപ്രോച്ച് ആസ് ദേ ഡു നോട്ട് വാണ്ട് ടു ബിക്കം ലാംഗ്വേജ് ടീച്ചേഴ്സ് ഓൺ ടോപ്പ്. അവർക്ക് സാധാരണഗതിയിൽ നമ്മളൊരു സബ്ജക്ട് എക്സ്പേർട്ടുകൾ ഉണ്ടാവും. ഓക്കെ, അവരുടെ ഒരു കാഴ്ചപ്പാട്, അവർക്ക് അതിന് മേലൊരു അതിനേക്കാൾ അവരുടെ മുകളിൽ ഒരു ലാംഗ്വേജ് ടീച്ചേഴ്സ് വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. സോ സബ്ജക്ട് ടീച്ചേഴ്സിന്റെ ഒരു ഈഗോ അല്ലെങ്കിൽ സബ്ജക്ട് ടീച്ചേഴ്സ് ഉണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ട് ഇതിന്റെ ഒരു ഡിഫിക്കൽട്ടി ആണ് എന്ന് പറയുന്നു. സെക്കൻഡ് വൺ, ദർ ഈസ് നോ വൺ സെൻട്രലി റെസ്പോൺസിബിൾ ഫോർ സച്ച് എ ക്രോസ് കൾച്ചറൽ അപ്രോച്ച് ഇൻ സ്കൂൾ. പല സ്കൂളിലെ പല ടീച്ചേഴ്സും ഇത്തരത്തിൽ ഒരു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിങ്ങിനെയോ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. അത്തരം ഒരു ക്രോസ് കൾച്ചറൽ അപ്രോച്ച്, ദാറ്റ് മീൻസ് വേറൊരു ലാംഗ്വേജ് നമ്മുടെ ഡിസിപ്ലിനിൽ കൂടെ പഠിക്കുന്ന ആ ഒരു കൾച്ചർ, അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനോ അല്ലെങ്കിൽ അതിന് ഒരു ഇനീഷ്യേഷൻ എടുക്കാനോ പല ടീച്ചേഴ്സും തയ്യാറാവില്ല. എക്സെപ്റ്റ് പ്രിൻസിപ്പൽ എന്ന് പറയാൻ കാരണമുണ്ട്. കാരണം പ്രിൻസിപ്പൽമാർ പലപ്പോഴും ഇത്തരം റിസ്കുകളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറാവാറുണ്ട്. ദാറ്റ് മീൻസ് അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ഡിസിപ്ലിൻ, അവരുടെ കോളേജ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. ദെൻ തേർഡ് വൺ, ഇൻട്രൊഡ്യൂസിങ് LAC റിക്വയർഡ് റാഡിക്കൽ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് മെന്റാലിറ്റി ഓഫ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡും ടീച്ചേഴ്സിന്റെ മെന്റാലിറ്റി ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ സപ്പോർട്ട് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ അതൊക്കെ കിട്ടാനുള്ള പ്രയാസം, ആളുകളുടെ ഒരു അപ്രോച്ച്, അതുപോലെ തന്നെ ലാംഗ്വേജ് ടീച്ചേഴ്സ് നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്ടിനേക്കാൾ, ദാറ്റ് മീൻസ് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ എക്സ്പേർട്ടിനേക്കാൾ മേലെ വരുമോ എന്നുള്ള ഈഗോ, പലതരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഈ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം നേരിടാറുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഇനി ആ ഒരു ടോപ്പിക് അവിടെ കഴിഞ്ഞു കേട്ടോ. ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്നുള്ള ഒരു ടോപ്പിക് അവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാണ്, പ്ലൂറിലിംഗ്വലിസം എന്നുള്ളതാണ്. ഈ ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്ലൂറിലിംഗ്വലിസം.
ഇങ്ങനൊരു ടേം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഈ ഒരു ടേമിലേക്ക് എത്തുന്നതിന് മുമ്പല്ലേ നമ്മൾ പൊതുവെ പറഞ്ഞ മോണോലിംഗ്വലിസം, മോണോലിംഗ്വൽ, ബൈലിംഗ്വലിസം, ബൈലിംഗ്വൽ, മൾട്ടിലിംഗ്വലിസം, മൾട്ടിലിംഗ്വൽ, മൾട്ടിലിംഗ്വലിസം ഓർ ട്രൈലിംഗ്വലിസം ഓർ ട്രൈലിംഗ്വൽ, ഇങ്ങനെയൊക്കെ പല പേരുകളുണ്ട്. നിങ്ങൾക്കല്ലേ ഇപ്പൊ നിങ്ങൾക്ക് എത്ര ഭാഷകൾ അറിയാം? അഥവാ എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ അത്യാവശ്യം ഭാഷയിൽ വേണ്ട കഴിവുകൾ എത്ര ലാംഗ്വേജിലുണ്ട്? ജസ്റ്റ് നമ്പർ പറഞ്ഞാൽ മതി. 2 4 പറഞ്ഞ് പിന്നെ പറഞ്ഞോ. ഓക്കെ, 2 3 4 ആയി. വേറെ ഉണ്ടോ? കൂടുതലുണ്ടോ? ഇല്ല. ആരാ 4 പറഞ്ഞതാരാ? ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാണ്. ഞാൻ സാർ എന്ത് ഞാൻ? എനിക്ക് എല്ലാരും ഞാനല്ലേ. ജസ്റ്റിക്ക് ഏതൊക്കെ അറിയാം? ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, അറബ്. തമിഴ് തെരിയുമാ? தெரியும் சார். അത് നിങ്ങക്ക് അഡ്വാൻറ്റേജാ വന്നിടും അല്ലെ? നിങ്ങള് തമിഴ്നാട്ടിക്കല്ലേ? ஓகே. அங்க நீங்க அவரு என்ன பின்ன கால் பண்ண தெரியுமா? தமிழ்நாட்டு போறீங்களா? எந்த ஊர் இருக்கலையோ? தங்கச்சியும்தா அண்ணாச்சின்னு. അപ്പം പിന്നെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ്, അപ്പൊ ഇനി ജസ്റ്റിന് ആരെങ്കിലും അണ്ണാച്ചി വിളിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ലോ കേട്ടോ. മാത്രമാണ് ഉത്തരവാദി. ഓക്കെ. അപ്പല്ലേ ഒരാൾക്ക് ഒരു ഭാഷ അറിയാം, 2 ഭാഷ അറിയാം, 3 ഭാഷ അറിയാം, 4 ഭാഷ അറിയാം, അങ്ങനെ പലതരത്തില്. അപ്പൊ ഇതിലിപ്പോ നിങ്ങൾക്ക് അത്രയൊന്നും പഠിക്കാനൊന്നുമില്ല. മോണോലിംഗ്വൽസ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ലാംഗ്വേജ് അറിയേണ്ടതാണ്. മോണോലിംഗ്വൽ എന്നാണ് ആ വ്യക്തി അറിയപ്പെടുക. ഓക്കെ. ബൈലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ 2 ഭാഷകൾ ഒരാൾക്ക് അറിയാന്നുള്ളതാണ്. ചില ആളുകൾ 2 ഭാഷ എന്ന് പറഞ്ഞു. ദെൻ ട്രൈലിംഗ്വലിസം എന്ന് പറഞ്ഞാൽ 3 ഭാഷകൾ ഒരാൾക്ക് അറിയാന്നുള്ളതാണ്. മൾട്ടിലിംഗ്വലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരുപാട് ഭാഷകൾ ഒരാൾക്ക് അറിയാം. ഓക്കെ. 2 ഭാഷകൾ കഴിഞ്ഞാൽ പിന്നെ മൾട്ടിലിംഗ്വലിസം എന്നും പറയാം. സോ പ്ലൂറിലിംഗ്വലിസം എന്ന് പറയുന്നത് എബിലിറ്റി ടു യൂസ് സ്കിൽസ് ഇൻ നമ്പർ ഓഫ് ഡിഫറെന്റ് ലാംഗ്വേജസ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒന്നിലധികം ഭാഷകള്, ആ ഭാഷകളിൽ അല്ലെങ്കിൽ 2-ലധികം ഭാഷകളിൽ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ ഏബിൾ ആണെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഒരു പ്ലൂറിലിംഗ്വലിസം. ഓക്കെ. a person can speak several languages. അതാണ് ഒരു സിമ്പിൾ ഡെഫിനിഷൻ. a person can speak several languages. പിന്നെ ഇതിന്റെ കൂടെ വരുന്ന ടേംസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ മോണോലിംഗ്വൽ, ബൈലിംഗ്വൽ, ട്രൈലിംഗ്വൽ അല്ലെങ്കിൽ മൾട്ടിലിംഗ്വൽ എന്നൊക്കെ, പ്ലൂറിലിംഗ്വൽ, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ അതിന്റെ കൂടെ വരുന്നതാണ്. ഓക്കെ. ഇനി നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലൂറിലിംഗ്വലിസം. ഒരാൾക്ക് 2-ലധികം ഭാഷ അല്ലെങ്കിൽ കുറച്ച് ഭാഷകൾ, സെവറൽ ലാംഗ്വേജസ് അറിയേണ്ടതിന്റെ ആവശ്യകതയും ഇമ്പോർട്ടൻസും. ഇപ്പോ ജസ്നക്ക് 4 ഭാഷ അറിയാന്ന് പറഞ്ഞു. ആ 4 ഭാഷ അറിയാമെങ്കിൽ ജസ്നക്ക് 4 സംസ്ഥാനങ്ങളിൽ പോകാം, 4 ലാംഗ്വേജിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കാം, 4 ലാംഗ്വേജിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാം, 4 ലാംഗ്വേജ് ടീച്ചേഴ്സ് ആവാം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഒരു പ്ലൂറിലിംഗ്വലിസത്തിന്. ഓക്കെ. സോ ഇവിടെ പറയുന്നത് വെച്ചാല് വി ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ ഓഫ് ഡിഫറെന്റ് നാഷണാലിറ്റീസ്. പിന്നെ ജസ്നക്കാരുടെ പിന്നെ മലയാളം, തമിഴ്, ഹിന്ദി ഒക്കെ ആയതുകൊണ്ട് ഡിഫറെന്റ് നാഷണാലിറ്റീസ് ഒന്നും പറയാൻ കഴിയില്ല, കാരണം ഒക്കെ ഇന്ത്യയിലുള്ള ഭാഷകളാണ്. സോ പിന്നെ അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, മലയാളം അറിയാം, അല്ലെങ്കിൽ അറബിക് അറിയാം, ഫ്രഞ്ച് അറിയാം, ചൈനീസ് അറിയാം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡിഫറെന്റ് നാഷണാലിറ്റീസുള്ള ആളുകളുമായി സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡിഫറെന്റ് സ്റ്റേറ്റ്സിലുള്ള ആളുകളുമായിട്ട് സംസാരിക്കാം. ഓക്കെ. ദെൻ എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് ഇൻ 2 or more ലാംഗ്വേജസ്. നമുക്ക് എഴുത്തും കൂടി അറിയണമെങ്കിൽ നമുക്ക് അതിൽ അവരുമായിട്ട് റിട്ടൺ കമ്മ്യൂണിക്കേഷനും ഓറൽ കമ്മ്യൂണിക്കേഷനും ഒക്കെ നടത്താം. ഹാവ് ആക്സസ് ടു ബ്രോഡർ റേഞ്ച് ഓഫ് ഇൻഫർമേഷൻ. അവർക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിക്കും. കാരണം മലയാളം ചാനലിനും അല്ലെങ്കിൽ മലയാളം ന്യൂസസും ഇംഗ്ലീഷ് ന്യൂസസും എല്ലാ ന്യൂസസും എല്ലാ ആളുകളുടെയും പിന്നെ ഭാഷാപരമായിട്ടുള്ള അറിവ്, അവരുടെ കൾച്ചർ, അതൊക്കെ അവർക്ക് നേടാൻ പറ്റും. ഈ ലാംഗ്വേജും കൾച്ചറും തമ്മിൽ ഒരു ക്ലോസ് റിലേഷൻ ആണ്. ഓക്കെ. നമ്മൾ കൾച്ചർ പറയാൻ ശരിക്കും ലാംഗ്വേജിനെ ബേസ് ചെയ്തിട്ടാണ്. കേരളത്തിലെ ആളുകളുടെ കൾച്ചർ, അമേരിക്കൻ കൾച്ചർ, അല്ലെങ്കിൽ വെസ്റ്റേൺ കൾച്ചർ, ബ്രിട്ടീഷ് കൾച്ചർ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാം ലാംഗ്വേജ് റിലേറ്റഡ് ആണോ. സോ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ആർ ക്ലോസ് ഫ്രണ്ട്സ്. ഓക്കെ. ദെൻ വി ക്യാൻ കോംപ്രഹെൻഡ് ദ സബ്ജക്ട് കോണ്ടന്റ്. നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് അറിയുന്ന ഇംഗ്ലീഷ് സബ്ജക്ട് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഇപ്പൊ തമിഴ് അറിയെങ്കിൽ തമിഴിൽ ഒരു പുസ്തകം വായിച്ച് മനസ്സിലാക്കാം, ഉറുദു അറിയെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാം. സോ സബ്ജക്ട് കോണ്ടന്റ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് മറ്റൊന്ന്. Then better insight into intellectual encounters. ഈ ആക്ച്വലി ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിന് തുല്യമാണ്.
അപ്പോൾ കുറെ ലാംഗ്വേജ് അറിയുന്ന ആൾക്ക് കുറെ എന്തുണ്ടാവും, ഓരോ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, ഇന്റലിജൻസ് ഉണ്ടാകും എന്നാണ് പറയാം. നമ്മളൊരു ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി എന്ന് പറഞ്ഞ തിയറി ഉണ്ട്. അതിനു മുമ്പ് പറഞ്ഞു തോന്നുന്നു. അതില് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഇന്റലിജൻസ് ഉണ്ട്, ഭാഷാപരമായ ബുദ്ധി. അതുള്ള ആളുകൾക്കാണ് ഡിഫറെന്റ് ലാംഗ്വേജസ് ഒക്കെ പഠിക്കാനും അതിൽ എക്സ്പെർട്ട് ആണൊക്കെ കഴിയുക. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കേട്ടോ. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കോളർ ചെയ്തിട്ടുണ്ട്, ഓ എനിക്ക് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് ഉണ്ടെന്നൊക്കെ. അപ്പം പിന്നെ വി ക്യാൻ ബി മോർ കൾച്ചേർഡ് പേഴ്സൺ. നമുക്കറിയാം ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ടാകുമ്പോൾ പിന്നെ ഡിഫറെന്റ് കൾച്ചേഴ്സ് നമുക്കറിയാൻ പറ്റും. സോ വി ക്യാൻ അഡാപ്റ്റ് ദിയർ പോസിറ്റീവ് കൾച്ചേഴ്സ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൾച്ചേർഡ് പേഴ്സൺ ആയി മാറാൻ പറ്റും. ഓക്കെ ജസ്ന, ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ട് പറ്റിയില്ല? അറിയില്ല സർ. നമുക്ക് അത് വേറെ പഠന വിധേയമാക്കേണ്ടി വരും. ഓക്കെ, സോ വി ക്യാൻ വർക്ക് ഇൻ അതർ കൺട്രീസ് അല്ലെ. നമുക്ക് വേറെ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യാം. ഹെൽപ്സ് ഡെവലപ്പ് ബ്രെയിൻ. നമ്മുടെ ഒരു ഇന്റലിജൻസിനെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനൊക്കെ എന്താ പറയാ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനൊരു പിന്നെ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പ്ലൂറിലിംഗ്വലിസം അല്ലെങ്കിൽ മൾട്ടി ലിംഗ്വലിസം എന്നൊരു പേരൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി അതിന്റെ ബാക്കിയാണ് ഒരാൾക്ക് വ്യത്യസ്തമായ ഭാഷകൾ അറിയുന്നു, അതിന്റെ ബാക്കിയാണ് മോഡ്സ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ലാംഗ്വേജ്. ഒരാൾക്ക് ലാംഗ്വേജ് കൊണ്ട് എന്തൊക്കെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ്, അതിൽ എന്തൊക്കെ മോഡുകളാണുള്ളത് എന്നാണ്. ഇവിടെ നമുക്കറിയാം ഭാഷ കൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്യാന്നാണ് ചോദ്യം. റൈറ്റ്, സിമ്പിൾ ആണ്. ഒന്ന് കമ്മ്യൂണിക്കേഷൻ, എന്റർടൈൻമെന്റ്, റിജുവിനേഷൻ, ദാറ്റ് മീൻസ് ഗെറ്റിംഗ് ന്യൂ എനർജി ഓർ കളക്ട് ന്യൂ എനർജി ഓർ ഇറ്റ് ക്യാൻ ബി റീഫ്രഷ്ഡ് എന്നൊക്കെ പറയാം. വ്യത്യസ്തമായ കുറെ നീഡുകൾ അല്ലെങ്കിൽ കുറെ അഡ്വാൻറ്റേജസ്, കുറെ യൂസേജസ് ലാംഗ്വേജ് കൊണ്ടുണ്ട്. കമ്മ്യൂണിക്കേഷനും എന്റർടൈൻമെന്റും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, പിന്നെ എക്കണോമിക് ആൻഡ് നോൺ എക്കണോമിക് ആക്ടിവിറ്റീസ്. അപ്പോൾ സാമ്പത്തികമായ മേഖലയിൽ ഇടപെടാനും അവിടെ പിന്നെ കുറെ സമ്പത്ത് ഉണ്ടാക്കാനും, ദാറ്റ് മീൻസ് നമുക്ക് മണി ഏൺ ചെയ്യാനും ഒക്കെ ലാംഗ്വേജ് നിർബന്ധമാണ്. അതിനൊക്കെ ഭാഷ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ എക്കണോമിക് ആക്ടിവിറ്റീസ് ദാറ്റ് മീൻസ് ഗെയിനിങ് മോണിറ്ററി ബെനിഫിറ്റ്സ്, മണി ബെനിഫിറ്റ്സ് ഓർ മോണിറ്ററി ബെനിഫിറ്റ്സ് ഉണ്ടാക്കാനൊക്കെ ലാംഗ്വേജ് വേണം. സോ ചുരുക്കി പറഞ്ഞാൽ പൈസ ഉണ്ടാക്കാനും ലാംഗ്വേജ് വേണം, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും ലാംഗ്വേജ് വേണം, അറിവ് നേടാനും ലാംഗ്വേജ് വേണം, ഒരാളെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തണമെങ്കിലും വേണം ലാംഗ്വേജ്. ഓക്കെ, ദെൻ ലാംഗ്വേജ് ഈസ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ലാംഗ്വേജ് ആണ്. ഇനി ലാംഗ്വേജിന്റെ സ്കിൽസ് 4 ഉണ്ട്. ഓക്കെ, മൈക്രോ സ്കിൽസ് ആണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. സോ ബേസിക് ലാംഗ്വേജ് സ്കിൽസ് ആർ 4: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ്. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലേ? ഓർക്കുന്നുണ്ടോ? ഇതിന്റെ ഷോർട്ട് ഫോം എങ്ങനെ നമ്മൾ പഠിക്കേണ്ടത്? LSRW. Then അപ്പൊ അത് മൈക്രോ സ്കിൽസ് അല്ലെങ്കിൽ സ്കിൽസ് ഓഫ് ലാംഗ്വേജ് എന്നാണ് പറയാം. ഓക്കെ, സെമിയോട്ടിക്സ്, സ്റ്റഡി ഓഫ് സയൻസ് ആൻഡ് സിംബൽസ്. ഭാഷ പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ടതാണ് അതിന്റെ സിംബൽസ് അല്ലെ. നമുക്കറിയാം പിന്നെ ലാംഗ്വേജിൽ കുറെ സിംബിൾസ് ഉണ്ട്, കുറെ പിന്നെ നമ്മൾ ഈ കുത്തും കോമ്മിയും ഇതൊക്കെ അങ്ങനെ കുറെ സംഭവം കണ്ടിട്ടില്ലേ? സെമി കോളനും കോളനൊക്കെ കണ്ടിട്ടില്ലേ? അതിനെന്താ പറയാ? സിംബിൾസ്. അതൊന്നുമല്ല, വേറെ പേരുണ്ടല്ലോ. ഇംഗ്ലീഷിൽ ലിറ്ററേച്ചറുകാരൊക്കെ അവിടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കുറെ ആൾക്കാരുണ്ടല്ലോ. ഓല് എന്താ പറയാത്തെ? പങ്ക്ച്വേഷൻ മാർക്ക് ഇത് കേട്ടണോ? ഫുൾ സ്റ്റോപ്പിന്റെ പേരെന്താ അറിയോ? നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടൂലേ, കുത്ത്, അതിന് പേരുണ്ട്, അറിയോ? എന്താ? എന്തോ? അതല്ല, ഫുൾ സ്റ്റോപ്പിന് പേര് കുത്തുന്നു. ആ ഫുൾ സ്റ്റോപ്പിന് പേരുണ്ട്, പീരീഡ് എന്ന് പറയാം, പീരീഡ്. സോ നമുക്ക് ഈ സെമിയോട്ടിക്സ് സയൻസ് സിംബൽസ് അത് നമുക്ക് വ്യൂവിങ്, ഷേപ്പിംഗ്, വാച്ചിങ്, മൂവിങ്, ചില അതിൽ നടക്കുന്ന കുറച്ച് പ്രവർത്തനങ്ങളാണ്. ഇതൊക്കെ ഇനി നമ്മൾ ഓരോന്ന് എന്താന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് ലിസണിങ്ങും, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, വ്യൂവിങ്, ഷേപ്പിംഗ്, വാച്ചിങ്, മൂവിങ്, ഇതൊക്കെ ഇനി എന്താന്ന് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് വൺ ലിസണിങ്.
കേൾക്കലാണ് ബിഗിൻസ് അറ്റ് ബർത്ത്. ജന്മം മുതൽ നമ്മൾ തുടങ്ങിയതാണ് കേൾക്കല്. നിങ്ങളൊക്കെ ആദ്യം കേട്ട വാക്യം ഏതാ? അമ്മ. എന്തോ ഓർമ്മയില്ല, പക്ഷെ ബാങ്ക് ആവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് ഉണ്ടോ? അല്ല, ലേബർ റൂമില് നമ്മൾ പുറത്തെടുക്കുമ്പോ അവിടെ തന്നെ ബാങ്ക് ഉണ്ടോ? അതല്ലേ ഓർമ്മയില്ല ഫസ്റ്റ് പറഞ്ഞേ. എന്ത് അന്ന് കേട്ടത് ഓർമ്മയില്ല? എന്താ പറഞ്ഞേ? അതെ, കേട്ട ഓർമ്മയില്ല. നല്ല ആൻസർ ആണ്. ആക്ച്വലി ബാങ്ക് കിട്ടണോ ഫസ്റ്റ്? അല്ല സർ, ബിസ്മി ചൊല്ലിട്ടുണ്ടാവും മുസ്ലിം ഡോക്ടേഴ്സ് ആണെങ്കിൽ. ബിസ്മി ചൊല്ലിട്ടോ അല്ലെ? അത് കേട്ടിട്ടുണ്ടോ? ഓർക്ക് ചൊല്ലോ? സർ, എന്റെ കുട്ടീനെ എടുത്തപ്പോ ഡോക്ടർ ബിസ്മി അല്ലായിരുന്നു ചൊല്ലിയോ അല്ലെ? ഓക്കെ. അല്ലെങ്കിൽ അവിടുത്തെ വേറെ എന്തെങ്കിലും സൗണ്ടുകൾ കേൾക്കാൻ സാധ്യത ഉണ്ട്. ചില ഡോക്ടേഴ്സ് ആ സമയത്ത് എല്ലാവരും സൈലന്റ് ആക്കിയിട്ട് ബാങ്ക് വിളിക്കുന്നൊക്കെ കേൾക്കാം. അല്ലെങ്കിൽ പല പോലെ എടുത്തിട്ടുണ്ടാവും. സോ ലിസണിങ് അന്ന് തുടങ്ങിയതാണ്. ഓക്കെ. ദെൻ ബേസിസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് സ്പീക്കിംഗ്. ലിസണിങ് ഉണ്ടെങ്കിലാണ് സ്പീക്കിങ്ങും റീഡിങ്ങും റൈറ്റിംഗും ഒക്കെ. അതിന്റെ ഒരു ബേസ് ലിസണിങ് ആണ്. ഈ ചില കുട്ടികളെ സംസാരം തുടങ്ങാതെ സംസാരിക്കാത്ത ആളുകള് പലപ്പോഴും പോലെ പ്രശ്നം അവർ കേൾക്കൂല എന്നുള്ളതായിരിക്കും. ലിസണിങ് ഇല്ലെങ്കിൽ സ്പീക്കിംഗ് ഉണ്ടാവില്ല എന്നാണ്. ഓക്കെ. കാരണം കേട്ടിട്ടാണ് നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, പിന്നെ പ്രൊനൗൺസ് ചെയ്യണത്. ഇത് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സൗണ്ട് ദാറ്റ് ഹേർഡ്. നമ്മൾ കേട്ട സൗണ്ടുകളെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി, അല്ലെങ്കിൽ അതിനെ നമ്മൾ പിന്നെ നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്ന, വ്യാഖ്യാനിക്കുക, നമ്മുടെ മനസ്സിൽ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സിസ്റ്റമാണ് ലിസണിങ് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണോ കേട്ട് നമ്മൾ എന്ത് ചെയ്യും, മൈൻഡ് നമ്മളെ പിന്നെ ബ്രെയിൻ ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യും, അതൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യും എന്താണ് ആ സാധനം എന്നുള്ളത്. പിന്നെ യങ് ചിൽഡ്രൻ ലിസൺ ടു ദ റിതം ആൻഡ് ഇന്റോണേഷൻ പാറ്റേൺ ഓഫ് ലാംഗ്വേജ്. യങ് ചിൽഡ്രൻ മാത്രമല്ല, ആരാണെങ്കിലും, അപ്പൊ ചെറിയ കുട്ടികളൊക്കെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതിന്റെ താളവും അതിന്റെ ടോണും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് പറയുന്നത്. എന്റെ മോന് 1 വയസ്സാണ്. നമ്മളിങ്ങനെ അവിടെ എന്തെങ്കിലും പറയുമ്പോൾ കുറച്ച് കട്ടി പറഞ്ഞാല് അപ്പൊ നിന്ന് കരയും. കാരണം ആ ഒരു ടോണ് മാറുമ്പോൾ അവർക്ക് മനസ്സിലാവാണ് അതിന് ചീത്ത പറയാണ് എന്നുള്ള അവസ്ഥയ്ക്കൊക്കെ പോലെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സെൻഡർ, ഒരു മീഡിയം ആൻഡ് റിസീവർ, എൻകോഡിങ് ആൻഡ് പ്രോസസ്സിംഗ് ആൻഡ് ഡീകോഡിങ്, ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഓക്കെ. അഥവാ നമുക്ക് ഇപ്പൊ ഒരു ഇൻപുട്ട് തരാനൊരു സെൻഡർ ഉണ്ടാവും, അതിനൊരു മീഡിയം ഉണ്ടാവും അത് വരാനുള്ളത്. ചിലപ്പോൾ അതൊരു ടെലിഫോൺ ത്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ വായുവിലൂടെ ശബ്ദതരങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. ദെൻ റിസീവർ ഉണ്ടാവും, അതൊരു ഒരാൾ റിസീവ് ചെയ്യാൻ അവിടെ ഒരു ഡീകോഡർ ഉണ്ടാവും. ഓക്കെ. ഇങ്ങനെ ഒരു പ്രോസസ്സാണ് ആക്ച്വലി ലിസണിങ് എന്ന് പറഞ്ഞാൽ. ഇതൊരു റിസെപ്റ്റീവ് സ്കില്ലാണ്. നമുക്ക് മൊത്തത്തില് 2 തരം സ്കില്ലുകളുണ്ട്, പ്രൊഡക്റ്റീവ് സ്കില്ലും റിസെപ്റ്റീവ് സ്കില്ലും. അത് കേട്ടണോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ല. റിസെപ്റ്റീവ് സ്കിൽ എന്നാണ് റിസീവ് എന്നാണ് അതിന്റെ ഒരു മീനിങ് വരിക. മൊത്തം 4 ബേസിക് സ്കില്ലില്ലേ, LSRW ഉണ്ടല്ലോ, അത് 2 റിസെപ്റ്റീവ് ആണ്, 2 പ്രൊഡക്റ്റീവ് ആണ്. ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ ഏതൊക്കെ ആയിരിക്കും? ലിസണിങ് റിസെപ്റ്റീവ് ആണ്. ഇനി സ്പീക്കിംഗ് എന്തായിരിക്കും? റിസെപ്റ്റീവ് ആയിരിക്കോ പ്രൊഡക്റ്റീവ് ആയിരിക്കും? പ്രൊഡക്റ്റീവ്. എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ പ്രൊഡക്റ്റീവ് എന്നാൽ പ്രൊഡ്യൂസ്. ഓക്കെ. നമ്മൾ ഉണ്ടാക്കുകയാണ്. ദെൻ റീഡിംഗ് അപ്പൊ എന്തായിരിക്കും? അതും പ്രൊഡക്റ്റീവ് ആവും. ആ പ്രൊഡക്റ്റീവാ? വായിച്ച് മനസ്സിലാക്കുക നമ്മൾ പറയാം. റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എന്നല്ലേ? അത് റിസെപ്റ്റീവ് ആണ് കേട്ടോ. ദെൻ പിന്നെതാ LSRW, റൈറ്റിംഗ്. റൈറ്റിംഗ് പ്രൊഡക്റ്റീവ് ആണ്. ഓക്കെ. അപ്പോ നമുക്ക് എന്തെങ്കിലും ആശയം കിട്ടണമെങ്കിൽ, നമ്മളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം? ലിസൺ ചെയ്യണം ആൻഡ് റീഡ് ചെയ്യണം. ഓക്കെ. ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടിയോ നോക്കാൻ അവരെ കൊണ്ട് സ്പീക്ക് ചെയ്യിപ്പിക്കണം, അതുപോലെ റൈറ്റ് ചെയ്യിപ്പിക്കണം. മനസ്സിലായോ? സ്പീക്കിംഗ് ആണ്. മേക്കിംഗ് യൂസ് ഓഫ് വോക്കൽ സൗണ്ട്സ് ആണ്. ഇവിടെ വോക്കൽ കോഡ്സ് നമ്മൾ കഴുത്തിന്റെ ഒരു സാധനമുണ്ട്, വോക്കൽ കോഡ്സ്. അതിൽ കുറെ എന്തുണ്ട്, ഓർഗൻസ് ഉണ്ട്. അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടാണ് ആക്ച്വലി വോക്കൽ സൗണ്ട്സ്. അഥവാ എല്ലാ സൗണ്ടുകളും
പിന്നെ ന്യൂബൺ ബേബീസ് ഒക്കെ വെറൈറ്റി ഓഫ് സൗണ്ടുകൾ ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അവര് ജസ്റ്റ് ഇങ്ങനെ ഈ മീനിങ് ഇല്ലാത്ത കുറെ സൗണ്ടുകൾ ഉണ്ടാക്കാം. ഇതൊരു എക്സ്പ്രസീവ് സ്കില്ലും കൂടിയാണെന്ന് പറയുന്നത്. പ്രൊഡക്റ്റീവ് സ്കില്ല് ഇസ് ഈക്വൽ ടു എക്സ്പ്രസീവ് സ്കില്ല്. ഓക്കെ, ഇതൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നുള്ള വേഗം വേഗം പോകാട്ടോ. ദെൻ റീഡിംഗ് ആണ്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ലെറ്റർ സിമ്പിൾസ് ആണ്. കാരണം നമ്മൾ എഴുതി വെച്ച കുറെ അല്ലെ ചിത്രങ്ങളെ വായിച്ചെടുക്കുന്ന പ്രോസസ്സാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഒരു വിഷ്വൽ പെർസെപ്ഷനിലൂടെയാണ് വായിക്കുക. കാരണം നമ്മൾ കണ്ട് എന്താണ് കണ്ടത് എന്നുള്ളത് വായിച്ചെടുക്കുകയാണ്. കണക്ടിങ് ദ മീനിങ് വിത്ത് ദി സിമ്പിൾസ്. ആ ഓരോ സിമ്പിൾസ് കണ്ടിട്ട് നമ്മൾ അതിന് മീനിങ് ഉണ്ടാക്കി നമ്മൾ ആശയം മനസ്സിലാക്കുന്ന പ്രോസസ്സിനെയാണ് റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, യങ് ചിൽഡ്രൻ ട്രാൻസ്ലേറ്റ് ദ വിഷ്വൽ സിമ്പിൾസ് ഇൻ ടു ഓഡിറ്ററി വൺ. ഈ പിന്നെ വിഷ്വൽ സിമ്പിൾസിനെ നമുക്കൊരു ഓഡിറ്ററി സിമ്പിൾസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്നുമില്ല, നമ്മളത് ഉറക്കെ വായിക്കുന്നു അല്ലെങ്കിൽ ഒരാൾ വായിക്കുന്നു മറ്റേ ആൾ കേൾക്കുന്നു എന്ന രൂപത്തിലേക്ക് നമുക്കത് മാറ്റാം. ഇതൊരു റിസെപ്റ്റീവ് സ്കില്ലാണ്. റിസെപ്റ്റീവ് ആണ്, നേരത്തെ പറഞ്ഞു, ഇതൊരു റിസെപ്റ്റീവ് സ്കില്ലാണ്. ദെൻ റൈറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ത്രൂ ദ പ്രിന്റഡ് വേർഡ് ഓർ പെന്നിങ് ഡൗൺ ഐഡിയാസ് ഓഫ് വൺ സെൽഫ്. നമ്മുടെ ആശയങ്ങളെ നമ്മൾ മറ്റൊരാളോട് പിന്നെ എഴുതുന്നതാണ് ആക്ച്വലി, അല്ലെങ്കിൽ പ്രിന്റഡ് വേൾഡ് ആണ്, അല്ലെങ്കിൽ പെന്നിങ് ആണ് അവിടെ നടക്കുക. അപ്പോൾ എഴുത്തിലൂടെ ആശയം കൈമാറുന്ന ആരെങ്കിലും ഉണ്ടോ? കൈമാറിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സർ. ഉണ്ടല്ലേ? എഴുത്തിലൂടെ മനസ്സ് കൈമാറിയ ആരെങ്കിലും ഉണ്ടോ? ആരും മുണ്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയും. ഇല്ല നോ സർ. സർ. ഓ, ഇല്ല. നല്ല കുട്ടികളെ. റെക്കോർഡ് ക്ലാസ് അല്ലേ? ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായില്ലേ? നമ്മൾ ക്ലാസ്സിലെ ടൈമിൽ മാത്രം സമയത്തായി സാറ് പോവാൻ നോക്കുന്നുണ്ടോ അങ്ങനൊക്കെ ചോദിക്കലുണ്ട്, അല്ലാണ്ട് മനസ്സൊന്നും കൊടുക്കില്ല. അതല്ല, മനസ്സ് കൈമാറിയ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ റൈറ്റിംഗ് ലെറ്റേഴ്സ് ഇല്ലേ? ലവ് ലെറ്റർ അല്ലേ സർ? അതെ അതെ അതെ, മനസ്സിലാക്കണല്ലേ? ഓക്കെ, ഇറ്റ് ഇസ് എ പ്രൊഡക്റ്റീവ് ഓർ എക്സ്പ്രസീവ് സ്കിൽ. ഓക്കെ, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ്. ആൻഡ് ഇറ്റ് ഇസ് കോംപ്ലക്സ് പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. എഴുതി ഒരു ഭാഷ പഠിക്കുക എന്നുള്ളത് അതിന്റെ ഒരു കോംപ്ലക്സ് പ്രോസസ്സാന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് റിസ്ക് ആണെന്നാണ് പറയണേ. സെറ്റ് ഓഫ് സിമ്പിൾസ് ടു ബി പ്രാക്ടീസ്ഡ് ടു പെർഫെക്ഷൻ. അഥവാ നമുക്ക് എന്തെങ്കിലും പെർഫെക്റ്റ് ആണെങ്കിൽ, റൈറ്റിംഗ് പെർഫെക്റ്റ് ആണെങ്കിൽ നന്നായി പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പറയാ. നമ്മുടെ കുട്ടികളൊക്കെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര മോശമായിട്ടുള്ള കുട്ടിയാണ്. അവരെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുക? ആർക്കൊരു ടിപ്സ് പറയാൻ കഴിയോ? ഹാൻഡ് റൈറ്റിംഗ് മോശമായ കുട്ടിക്ക് എന്തൊക്കെ അഡ്വൈസുകൾ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ ഡയറക്ഷൻസ് കൊടുക്കാം? സ്ക്രിബിള് ചെയ്യിക്കാം. എന്തോ? സ്ക്രിബിളിംഗ്. ആ, പിന്നെ കോപ്പി റൈറ്റ്സില് കോപ്പി ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്ഡ് ആക്കണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ രണ്ട് രീതികളൊക്കെ ഓക്കെയാണ്. ചിലപ്പോ 4 ലൈൻഡ് കോപ്പി റൈറ്റിംഗ് ഒക്കെ കൊടുക്കാറുണ്ട്. ശരിക്കും നമ്മൾ അവരെ ബുക്ക് പിടിക്കണ ഒരു പൊസിഷൻ, പേന പിടിക്കണ ഒരു പൊസിഷൻ, അതൊക്കെ നോക്കണം. പിന്നെ പറ്റുകയാണെങ്കിൽ അവർക്ക് നിങ്ങളൊരു പ്രാക്ടീസ് കൊടുക്കുകയാണെങ്കിൽ പെൻസിൽ കൊണ്ട് എഴുതാൻ പറയണം. പെൻസിൽ കൊണ്ട് ടൈം എടുത്ത് സ്ലോ ആയി ലെറ്റേഴ്സ് മാത്രം എഴുതി പഠിപ്പിക്കണം ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് അതിൽ നിന്ന് വേർഡ്സിലേക്ക് പോവുക, അതിൽ സെന്റൻസിലേക്ക് പോവുക. പിന്നെയാണ് പേന കൊണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പെൻസിൽ കൊണ്ട് നമുക്ക് കുറച്ച് റഫ് ആയതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി അവരുടെ ഒരു പിന്നെ ഹാൻഡ് റൈറ്റിംഗ് ഇംപ്രൂവ്ഡ് ആയിട്ട് വരും. ഓക്കെ, അങ്ങനെ പ്രാക്ടീസ് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി വ്യൂവിങ് എന്നുള്ളതാണ്, ഒന്നുമില്ല, നമ്മൾ കാഴ്ച എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. പേയിങ് അറ്റൻഷൻ ടു വിഷ്വൽ സയൻസ് ഓർ ഇൻഫർമേഷൻ ആണ് നമ്മൾ കാണുക എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. വിഷ്വൽ സയൻസിലേക്ക് ഫോട്ടോഗ്രാഫ്, ഗ്രാഫ്, മാപ്പ്, ഡയഗ്രാം, ഇതൊക്കെ നമ്മൾ കാണാം. ഷേപ്പിംഗ് എന്ന് പറഞ്ഞാൽ വിഷ്വൽ സയൻസ്, യൂസ് വിഷ്വൽ സയൻസ് ആൻഡ് സിമ്പിൾസ് ടു എക്സ്പ്രസ് അവർ ഐഡിയാസ്. നമ്മുടെ ആശയങ്ങളെ മറ്റൊരാൾക്കിലേക്ക് അല്ലെ, നമ്മളിപ്പോ ഒരു ചിലപ്പോൾ ചിത്രങ്ങളിലൂടെയും പല ഷേപ്പുകളിലൂടെ ഒക്കെ ആശയങ്ങൾ എന്ത് ചെയ്യും, പിന്നെ മറ്റൊരാൾക്ക് കൈമാറാറുണ്ട്. അതിനാണ് ഷേപ്പിംഗ് ഉദ്ദേശിക്കുന്നത്. പ്രസന്റിങ് ദ ടെക്സ്റ്റ് അലോങ് വിത്ത് വിഷ്വൽ സയൻസ്. ടെക്സ്റ്റ് ഉണ്ടാവാം, വിഷ്വൽ സയൻസ് ഉണ്ടാവാം, അതിന് സിമ്പിൾസ് ഉണ്ടാവാം. അതിലൂടെ വേറെ ആള് വായിച്ചെടുക്കുക. അപ്പൊ നമ്മള് ഓവർടേക്ക് ചെയ്യരുത് എന്നൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതുപോലെ സ്കൂൾ ഏരിയ ആണ്, ട്രാഫിക്കിൽ കുറെ ഈ ഒരു ഷേപ്പിംഗ് കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. യെസ്. ദെൻ വാച്ചിങ് നമ്മൾ എന്ത് ചെയ്യാ, ഒബ്സർവ് ചെയ്യുക, വാച്ച് ചെയ്യുക, അതിനെ ഉദ്ദേശിക്കേണ്ട വേറെ ഒന്നുമില്ല. അറ്റൻഡിങ് ടു ഫിസിക്കൽ മൂവ്മെന്റ് ഓഫ് എ സ്പീക്കർ. നമ്മൾ ശരിക്കും ക്ലാസ്സിൽ
നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു മൂവ്മെന്റ് കുട്ടികൾ ശരിക്കും വാച്ച് ചെയ്യും. അപ്പം ശരിക്കും ക്ലാസ് റൂമിൽ എത്തും. നമ്മൾ റിയൽ ക്ലാസ് റൂം അല്ലാത്തതുകൊണ്ടാണ് നമ്മളൊരു ഫിസിക്കൽ ക്ലാസ് റൂം ആണെങ്കിൽ എങ്ങനെ നടക്കണം, എങ്ങനെ ബുക്ക് പിടിക്കണം, എങ്ങനെ കുട്ടികൾ നോക്കണം, എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കണം, ഇതിനൊക്കെ കുറേ സയന്റിഫിക് ആയിട്ടുള്ള രീതികളുണ്ട്. അപ്പൊ നിങ്ങൾ അത് അറിയില്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഒരു ടീച്ചേഴ്സ് മൂവ്മെന്റ്, അതുപോലെ ബ്ലാക്ക് ബോർഡ് എങ്ങനെ എഴുതണം, ചോക്ക് എങ്ങനെ പിടിക്കണം, ബ്ലാക്ക് ബോർഡ് എങ്ങനെ മായ്ക്കണം അഥവാ എറേസ് എങ്ങനെ ചെയ്യണം, അതേപോലെ തന്നെ ചാർട്ട് എങ്ങനെ ഒരു പിക്ചർ എങ്ങനെ ഷോ ചെയ്യണം, പിന്നെ ലാപ്ടോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് എവിടെ വെക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഇതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള കുറെ മെത്തേഡ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ ടീച്ചേഴ്സിന്. ഇപ്പോൾ ഒരു റെഗുലർ ക്ലാസ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അതൊന്നും ചെയ്ത് കാണിച്ചു തരാൻ കഴിയില്ല. പിന്നെ ടീച്ചർ അവിടെ നിൽക്കണം, എങ്ങനെ നടക്കണം, ഏതൊക്കെ മേഖലയിൽ നടക്കാം, എങ്ങനെയാണ് കുട്ടികൾ എല്ലാവരെയും മുഖത്തേക്ക് നോക്കുക, ഒരു ഐ കോണ്ടാക്ട് എല്ലാവരും ഒരു 100 കുട്ടികളുണ്ടെങ്കിലും എങ്ങനെ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാം, പിന്നെ ടോണൽ വേരിയേഷൻ, മോഡൽ വേരിയേഷൻസ് ഒക്കെ എങ്ങനെ കൊടുക്കാം, ജസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കൈന് എവിടൊക്കെ ചെല്ലാം, കൈ എവിടൊക്കെ മൂവ് ചെയ്യാം, കാലെങ്ങനെ വെക്കണം, എന്നൊക്കെയുള്ള കുറേ നിയമങ്ങളുണ്ട് ടീച്ചേഴ്സിന്. ഇത് ശരിക്കും ചെയ്ത് കാണിച്ച ഒരാളാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ക്ലാസ്സിൽ അത് സാധ്യമല്ല. അപ്പൊ അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കണം എന്നാണ് പറയാനുള്ളത്. ആൻഡ് എക്സ്പേർട്ടായ ആളുകൂടെ അവിടെ നിന്ന് ചോദിക്കുക എന്നുള്ളതാണ്, നേരിട്ട് കാണുമ്പോൾ ചോദിക്കുക എന്നുള്ളതാണ് എന്റെ ശരി കേട്ടോ. ആൻഡ് വി ക്യാൻ വാച്ച് ദ ഹാൻഡ് മൂവ്മെന്റ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കുട്ടികൾ നമ്മൾ മൂവ് ചെയ്ത് കൊടുക്കും, വാച്ച് ചെയ്ത് കൊടുക്കും. സോ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. എനി ഫിസിക്കൽ മൂവ്മെന്റ് ഓർ ബോഡി ലാംഗ്വേജ് കോൺസ്റ്റിറ്റ്യൂട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഓരോരോ മൂവ്മെന്റ്, നമ്മൾ പറയുന്ന സംസാരം, വേർഡ്സ് മാത്രമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. വേർഡ്സ് എന്നല്ലാതെ ഒരു കുട്ടികളിലേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ പാസ് ചെയ്യുന്നുണ്ട്. അതിനാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഒരാൾക്ക് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്കൊരു അതോറിറ്ററി ആയിട്ട് ഷെയ്ക്കാൻഡ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഒരാളെ വിഷ് ചെയ്യുമ്പോൾ അതോറിറ്ററി ആയിട്ട് നമുക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് വിഷ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് അത് കണ്ടറിയാവുന്ന കുട്ടികൾക്ക് ടീച്ചർ ഇന്ന് കോൺഫിഡന്റ് ആണോ അല്ലേ, ടീച്ചർക്ക് പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് കുട്ടികൾക്ക് കണ്ട മനസ്സിലാവും. ഇതിനൊക്കെ ഒരുപാട് ടിപ്സും ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നേരിട്ടല്ലാത്തതുകൊണ്ട് ഇതൊക്കെ മിസ് ചെയ്യാണ് നിങ്ങൾക്ക്. ഓക്കെ, ഞാൻ സാധാരണ കുട്ടികൾക്ക് ഇതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കണേ സംഭവങ്ങളാണ്. ദെൻ മൂവിങ് ആണ്, യൂസ് ദ ഹോൾ ബോഡി ഫോർ സെൽഫ് എക്സ്പ്രഷൻ. അപ്പൊ ഒരു ടീച്ചറെ സംബന്ധിച്ച് ബോഡിയെ ടീച്ചർ ഉപയോഗിക്കേണ്ടത് TPR എന്നാണ് പറയാ. TPR ആർക്കൊരു ഫുൾ ഫോം അറിയോ? TPR എന്തെങ്കിലും പറയും. TPR ഹലോ, ആരുല്ലേ? കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും നിങ്ങൾ പൊട്ടത്തരം പറഞ്ഞോളി, കുഴപ്പമില്ല. TPR ടീച്ചർ പ്രാക്ടീസ് റെസ്പോൺസ്. ആ ശരി, അല്ല അടുത്ത ആള് പറയും. പോസ്ചർ ആണോ? അങ്ങനല്ല, ഫുള്ള് പറയും. ടീച്ചിങ് പോസ്റ്റേഴ്സ്. കൺഗ്രാറ്റുലേഷൻസ്, യുവർ ആൻസർ ഈസ് റോങ്. നിങ്ങളെന്താ പൊട്ടത്തരം പറയാത്തത്? കുറെ പറയേ. എനിക്ക് കൺഗ്രാറ്റുലേഷൻ തന്നിക്കില്ലല്ലോ പൊട്ടത്തരം പറഞ്ഞേനെ. അത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടുതലായിരുന്നു, കുറഞ്ഞ സ്റ്റാൻഡേർഡുള്ള കാരണം. എനിക്കാരും കാണില്ലല്ലോ, ഞാൻ ജസ്റ്റ് കേട്ടിട്ട് മാത്രമേ കൺഗ്രാറ്റുലേഷൻ പറയാണ്. സോ TPR ദാറ്റ് മീൻസ് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആണ് കേട്ടോ. ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് TPR എന്താ വെച്ചാല് ബോഡി മുഴുവനായിട്ട് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഒരു ഉദാഹരണം പറയാം. അപ്പൊ നിങ്ങൾക്ക് BEd ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒരു സെക്കൻഡറി ലെവലിലൊക്കെ പഠിപ്പിക്കാനാണ്. അപ്പോൾ അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല. ചെറിയ മക്കളെ പഠിപ്പിക്കണ ടീച്ചർമാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു നായന്റെ ഡോഗിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ ഡോഗായി ക്ലാസ് റൂമിൽ ഇങ്ങനെ നടക്കണം എന്നൊക്കെയാണ് പറയാം. ഓക്കെ, കുട്ടികളൊക്കെ ഡോഗാക്കണം, എന്നിട്ട് ഡോഗിന്റെ പാഠം പഠിപ്പിക്കണം എന്നൊക്കെയാണ് പറയാം. അതാണ് TPR. ഓക്കെ, ദെൻ യൂസ് ഓഫ് ദ ബോഡി നീഡ്സ് ടു ബി ഡെവലപ്ഡ്. അപ്പൊ നമ്മുടെ ബോഡി ലാംഗ്വേജ് ഉപയോഗിക്കൽ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ മൂവ്മെന്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോ ആ ഒരു ഭാഗങ്ങൾ അവിടെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ എന്ത് കഴിഞ്ഞു എന്ന് പറയണത് ഇവിടെ നിന്നാണ് പോയത്. മോഡ്സ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻവോൾവിംഗ് ലാംഗ്വേജ്. ഭാഷാ പഠനത്തിന് കൂടെ മനുഷ്യന്മാരുടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ മോഡ്സ് ആണ് ലാംഗ്വേജ് ലേണിങ്ങിനെ ബാധിക്കുന്നത് എന്നൊക്കെയാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, വ്യൂവിങ്, ഷേപ്പിംഗ്, വാച്ചിങ്, മൂവിങ്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. ഇനി ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്സ് എന്നുള്ള അടുത്തൊരു ടേമിലേക്ക് പോവാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ലാംഗ്വേജ് ലേണിംഗ്. എന്തിന് ഭാഷ പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് റിപ്പീറ്റ് ചെയ്യും. ടു ഡെവലപ്പ് ദ കോമ്പറ്റൻസ് ഓഫ് ലേണേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ്
വാട്ട് ദേ ഹിയർ. നമ്മൾ കേൾക്കുന്നതൊക്കെ പഠിക്കണമെങ്കിൽ ആ കേട്ടത് ഒരു ഇംഗ്ലീഷ് ഭാഷയിലോ മലയാളം ഭാഷയിലോ ഒക്കെ ആയിരിക്കും. സോ അത് മനസ്സിലാവണം. അങ്ങനെ മനസ്സിലാവാനാണ് ഒന്ന്. രണ്ട്, ദ എബിലിറ്റി ടു റീഡ് ദ കോംപ്രഹെൻഷൻ. റീഡ് വിത്ത് ദ കോംപ്രഹെൻഷൻ. എന്താ കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാല്? കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, കേൾക്കണില്ലേ? നിങ്ങൾ തെറ്റാണെങ്കിലും നിങ്ങൾ എന്തെങ്കിലും പറയണം കേട്ടോ. ഞാൻ നിങ്ങളവിടെ ഉണ്ടോ നോക്കാണ്. ആർ യു ബിസി നൗ? നോ സർ. ഓക്കെ. സോ എബിലിറ്റി ടു റീഡ് വിത്ത് കോംപ്രഹെൻഷൻ. മനസ്സിലാക്കി വായിക്കണമെങ്കിൽ ഭാഷ വേണ്ടേ? ഇപ്പൊ നമ്മൾ ബയോളജി പഠിക്കുകയാണെങ്കിലും ഭാഷ വേണമല്ലോ. ടു ഡെവലപ്പ് എഫേർട്ട്ലെസ് എക്സ്പ്രഷൻ. നമ്മുടെ എക്സ്പ്രഷൻസ്, എഫേർട്ട്ലെസ് എക്സ്പ്രഷൻസ്, ഓക്കെ, അത് ഡെവലപ്പ് ചെയ്യാൻ, ഡെവലപ്പ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. കാരണം എന്താ പറയുക, ഭാഷ അറിയില്ലെങ്കിലേ നമ്മൾ കടന്നിങ്ങനെ എന്താ പറയാ വട്ടം കറങ്ങൂലേ? നിങ്ങൾ ആരെങ്കിലും ഭാഷ അറിയാത്ത സ്ഥലത്തേക്ക് പോയിക്കണോ? പോയിട്ടുണ്ട്. എങ്ങോട്ടാ പോയി? പഞ്ചാബിന്ന് ബോർഡർ പോയതാ. എന്നിട്ട് ലാസ്റ്റ് ആർമിക്കാരെ ലോറിയിലൊക്കെ കേറിട്ടാ തിരിച്ചു പോന്ന്. ലാംഗ്വേജ് അറിയുന്നോ? ഇല്ല, ഒരു പഞ്ചാബി മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ കുറച്ച് ഹിന്ദി അറിയാം. അത് വെച്ചിട്ട് ലാസ്റ്റ് ഒരു മലയാളി ആർമിക്കാരെ വന്ന് രക്ഷപ്പെടുത്തി. കാരണം ഞങ്ങൾ ബോർഡർ ഒക്കെ കഴിഞ്ഞു പോയിണ്ടേനി. ലോക്കൽസിനോട് സംസാരിച്ച് അടിപൊളി. ഇന്ത്യക്ക് ഞങ്ങൾ പാകിസ്ഥാൻ കുറെ കണ്ടൊക്കെ. ഐ മീൻ ഒരിത് വിട്ടുപോയോണ്ട് ഇന്ത്യക്ക് ഒരു പൗരനെ നഷ്ടപ്പെട്ടേനെ. ഓക്കെ. അപ്പൊ അവിടെ നമ്മള് എന്തെങ്കിലും പറയാനേ നമ്മളെ ബോഡിയും നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷനും നമ്മുടെ ആക്ഷൻസും എല്ലാം കൂടി ഇടൂലേ? അതെ, കരിയൊക്കെ ചെയ്യും. അപ്പൊ അതൊരു ഭയങ്കര എഫേർട്ട് ആണ് അല്ലേ? സോ എഫേർട്ട്ലെസ് എക്സ്പ്രഷൻ നമുക്ക് എന്ത് ചെയ്യാം? ലാംഗ്വേജ് ഉണ്ടാക്കാം, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാം, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, അവരുടെ കോഗ്നിറ്റീവ് സ്കിൽസ്, അതൊക്കെ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ വർദ്ധിക്കും. ടു ഡെവലപ്പ് സെൻസിറ്റിവിറ്റി ഓഫ് ദ ലേണേഴ്സ് ടുവാർഡ്സ് ദിയർ സറൗണ്ടിങ്. നമ്മൾ ചുറ്റുപാടുള്ളതിനെ അറിയാം, ചുറ്റുപാടുള്ള ആളുകളുമായി സംസാരിക്കുക, അങ്ങനെയുള്ള കുറെ ലാംഗ്വേജ് കൊണ്ടുള്ള കുറെ യൂസസ് നമുക്കുണ്ട്. ദെൻ ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്സ് ആസ് പെർ LAC അപ്രോച്ച്. എന്ത് LAC എന്ന് പറഞ്ഞാല്? ലൈൻ എന്നൊക്കെ പറയണേ ലാംഗ്വേജ് അക്രോസ് ആരോ നമ്മൾ നേരത്തെ പറഞ്ഞ ലെറ്റർ ഒന്നും പോന്നിട്ടില്ല, അതുകൊണ്ട് ലൈൻ എന്നൊക്കെ പറയുന്നത്. അതോ ഞാൻ ചൈനയായിട്ടുള്ള ബോർഡർ ഒക്കെ പറഞ്ഞു. സോറി, ഞാൻ അതായി. ഓക്കെ. അപ്പം ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്സ് ആസ് പെർ LAC അപ്രോച്ച്. ഓക്കെ, നമ്മൾ മറ്റൊരു ഡിസിപ്ലിനിൽ, മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാം. ഇംഗ്ലീഷ് മീൻസ് ഒരു ലാംഗ്വേജ്. ഓക്കെ, അതിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്നാണ് ഹൗ ദ സ്റ്റുഡൻസ് മസ്റ്റ് യൂസ് ദ ലാംഗ്വേജ് ടു കോംപ്രഹെൻഡ് ദ കോണ്ടന്റ്. കാരണം അവിടെ ആ കുട്ടികൾക്ക് എത്രത്തോളം ആ കണ്ടന്റ് ആ ഭാഷയിലൂടെ പഠിക്കാൻ പറ്റും. കാരണം നന്നായിട്ട് ലാംഗ്വേജ് അറിയാമെങ്കിൽ അവരുടെ സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ദ ലാംഗ്വേജ് റിക്വയർഡ് ടു എക്സ്പ്രസ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോണ്ടന്റ്. അവർക്ക് അവരുടെ കോണ്ടന്റ് പഠിക്കും വേണം, അത് എക്സ്പ്രസ് ചെയ്യും വേണം, അതിനൊരു ഭാഷ വേണം. ഓക്കെ, അതാണ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിൽ എന്ത് ചെയ്യണത്? ലാംഗ്വേജിനെ അഡീഷണൽ ആയിട്ട് സപ്പോർട്ട് ചെയ്യണത്. ദെൻ കൺസ്ട്രക്ടിങ് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്സ്. എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്സിനെ കൺസ്ട്രക്ട് ചെയ്യുക, അഥവാ ലാംഗ്വേജിന്റെ ലക്ഷ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം? ചുരുക്കി പറഞ്ഞാൽ ലാംഗ്വേജ് എങ്ങനെ ഉണ്ടാക്കാന്നാണ് ചുരുക്കി പറയുന്നത് കേട്ടോ. ഒന്ന് വെക്കാബുലറി ആണ്, ലാംഗ്വേജിന്റെ ഭാഗമാണ്. നമുക്ക് എങ്ങനെ ലാംഗ്വേജ് ഉണ്ടാക്കാന്നാണ്. വെക്കാബുലറീസ് വേണം നമുക്ക്. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എത്ര വേർഡ്സ് അറിയുന്നുണ്ടാവും അറിയോ? നിങ്ങൾക്ക് ഏകദേശം എണ്ണം അറിയോ? എത്ര ഇംഗ്ലീഷ് വേർഡ്സ് അറിയുന്നുണ്ടാവും? അത് എണ്ണാൻ പറ്റില്ലല്ലോ സാർ. ഒരു ഊഹം പറ. ഒരുപാടല്ല, എന്തൊരു ഊഹം പറ. അറൗണ്ട് ഒരു അറിയില്ല, 1,00,000 മേലെ. ഓ തള്ള്, 1,00,000 ഉണ്ടാവാം. നമുക്ക് ശരിക്കും ഈ പറഞ്ഞ പോലെ എണ്ണം കഴിയാന്നുള്ളതാണ്. നമുക്ക് എത്ര വേർഡ്സ് ഉണ്ട് എന്നത് നമുക്ക് തന്നെ അറിയില്ല. അത്രയും നമ്മള് അതൊരു റിച്ച് ആണ്. ഓക്കെ, അപ്പം വെക്കാബുലറി ഒന്ന്. ദെൻ ലാംഗ്വേജ് ഫങ്ഷൻ, അഥവാ ഭാഷ കൊണ്ടുള്ള ഫങ്ഷൻസ് ആണ്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കണം, അല്ലെങ്കിൽ നമുക്ക് അനലൈസ് ചെയ്യണം, ഇന്റർപ്രറ്റ് ചെയ്യണം, കമ്പയർ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതിനൊക്കെ ഭാഷ അറിയണം. പക്ഷെ ലാംഗ്വേജിന്റെ ഇത്തരം ഫങ്ഷൻസ് നമ്മൾ പഠിക്കണം എന്നാണ്. 2, 3 ഗ്രാമർ ആണ്. ഓക്കെ, നമുക്കറിയാം ഗ്രാമർ എന്നാൽ ദാറ്റ് ഇസ് എ സെറ്റ് ഓഫ് റൂൾസ് ആണ്, ലാംഗ്വേജിന്റെ സ്ട്രക്ചർ ആണ്. 4 ഡിസ്കോഴ്സസ് ആണ്. ഡിസ്കോഴ്സ് മീൻസ് സ്പീച്ച്, ന്യൂസ് പേപ്പർ, ആർട്ടിക്കിൾസ്, സ്റ്റോറി, കോൺവെർസേഷൻ, ട്രാവലോഗ്,
ഡയറി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഡിസ്കോഴ്സസ് വിളിക്കുക. ഓക്കെ, പേര് നോക്കി ചോദിട്ടോ, ഡിസ്കോഴ്സസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പ്രസംഗം പറയാൻ കഴിയണം, ഒരു കോൺവെർസേഷൻ അറിയണം, ഡയറി എഴുതാൻ അറിയണം, ആർട്ടിക്കിൾസ് എഴുതാൻ അറിയണം. അതൊക്കെ ലാംഗ്വേജിന്റെ ഒരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ലാംഗ്വേജിന്റെ ഒരു കൺസ്ട്രക്ഷന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഇത് ലാംഗ്വേജ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആണ്. ഭാഷ പഠിക്കാനുള്ള വ്യത്യസ്തമായ സ്ട്രാറ്റജീസിനെ കുറിച്ച് നമുക്കറിയണം. ചിലപ്പോൾ ലാംഗ്വേജ് പറഞ്ഞു പഠിക്കുന്നുണ്ടാവാം, ഡയറക്റ്റ് മെത്തേഡ്സ് ഉണ്ടാവാം, ചിലപ്പോൾ നമ്മൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡായിട്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നുണ്ടാവാം. അത്തരത്തിൽ കുറെ സ്ട്രാറ്റജീസ് ഉണ്ട്. ആ സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് അറിയണം. ദെൻ നെക്സ്റ്റ് ടോപ്പിക് സിംപ്ലിഫൈഡ് ആൻഡ് ഡീറ്റെയിൽഡ് ലേണിംഗ് ടാർഗറ്റ്സ്. എന്തൊക്കെയാണ് ലേണിംഗ് ടാർഗറ്റുകൾ എന്നാണ്. ഒരു അക്കോർഡിംഗ് ടു മെഡീന, ഒരു സൈക്കോളജിസ്റ്റ് എന്ന് തോന്നുന്നുണ്ട്, ആ കൃത്യം എനിക്കറിയില്ല. There are 4 steps in the process of developing a language target. ലേണിംഗ് ടാർഗറ്റ്, ലാംഗ്വേജ് ലേണിംഗ് ടാർഗറ്റ് ആണ്. ഭാഷാ പഠനത്തിന്റെ ലക്ഷ്യങ്ങളാണ്. ഒരു 4 സ്റ്റെപ്പുകൾ പറയുന്നുണ്ട്. ഒന്ന്, ചൂസിങ് ആൻ അക്കാഡമിക് വേർബ് ഓർ ലാംഗ്വേജ് ഡൊമൈൻ. നമുക്കൊരു ഭാഷയിൽ നമ്മളെ ഡിസിപ്ലിനുള്ള, നമ്മുടെ ടോപ്പിക്കിലുള്ള കുറെ വെർബുകൾ അല്ലെങ്കിൽ ടേംസ് നമുക്കറിയണം. മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് മെഡിക്കൽ ടേംസ് നന്നായിട്ട് അറിയണം എന്നുള്ളതാണ്. 2, ഐഡന്റിഫൈ ദ കോണ്ടന്റ്. ആ ഭാഷ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ കണ്ടന്റ് പഠിക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ആ ഇലക്ട്രോണിക്സിന്റെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയണം. 3, ഇൻക്ലൂഡ് എ ഫോം ഓഫ് ഇന്ററാക്ഷൻ. അപ്പോൾ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മുടെ ഡിസിപ്ലിൻസിന്റെ ടോപ്പിക്കിൽ നമ്മൾ ഇന്ററാക്ഷൻസ് നടത്തണം. 4, സ്പെസിഫൈ എ ലാംഗ്വേജ് സ്ട്രാറ്റജി. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ പർട്ടിക്കുലർ ലാംഗ്വേജ് സ്ട്രാറ്റജി നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിഫൈ ചെയ്ത് പഠിക്കണം. അഥവാ എങ്ങനെയാണ് ഈ നമ്മുടെ കേരള ലാംഗ്വേജ് വെച്ചിട്ട് നമ്മുടെ ടോപ്പിക്ക് നമ്മൾ പഠിച്ചെടുക്കുക എന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ, മാർഗങ്ങൾ, സ്ട്രാറ്റജീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് കഴിഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് എന്നുള്ളതാണ്. നമ്മുടെ ചിന്തയും ഭാഷയും തമ്മിലുള്ള ബന്ധമാണ്. അങ്ങനെ ബന്ധമുണ്ടോ? നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ലാംഗ്വേജ് തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പൊ നമ്മളൊരു സെന്റൻസ് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുക? നിങ്ങളുടെ മലയാളത്തിലാണോ ചിന്തിക്കുക, ഇംഗ്ലീഷിലാണോ ചിന്തിക്കുക, അറബിയിലാണോ ചിന്തിക്കുക? മലയാളത്തിൽ ചിന്തിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യും. ചിന്തിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ഏത് ലാംഗ്വേജിലാണ് എക്സ്പേർട്ട് ആയിട്ടുള്ളത് ആ ലാംഗ്വേജ് ചിന്തിച്ച് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുക. സോ ദർ ഇസ് എ ക്ലോസ് റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് തിങ്കിങ്. ഓക്കെ, സോ ലാംഗ്വേജ് പ്രൊവൈഡ്സ് സ്ട്രക്ചർ ടു എക്സ്പ്രസ് അവർ തോട്ട്സ്. നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്യണം അതിന്റെ ഒക്കെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് തന്നത് നമ്മുടെ ഭാഷയാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ സിംബോളിക് തിങ്കിങ് പ്രോസസ്. നമുക്ക് വളരെ സിംബോളിക് ആയി നമുക്ക് ചിന്തിക്കാനുള്ള ഒരു പ്രോസസ്സ് തരുന്നത് ലാംഗ്വേജ് ആണ്. വി ബോൺ വിത്ത് ലാംഗ്വേജ്. കാരണം നമ്മൾ എപ്പോൾ ജനിച്ചത് ഒരു ഭാഷ കൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടോ? നമ്മൾ ജനിച്ചപ്പോൾ ഒരു ഭാഷ കൊണ്ട് ജനിച്ച് ആ ഭാഷ അല്ല ഈ ഭാഷ, ശരിക്കുള്ള ലാംഗ്വേജ്. അപ്പൊ ഭാഷ കൊണ്ടാണ് എന്ന് പറയണില്ല, പക്ഷെ ഭാഷന്റെ സ്ട്രക്ചറോട് കൂടി ജനിക്കണേന്നൊക്കെ പറയണ്ടേ. ഓക്കെ, നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ ജനിച്ചൊരു മലയാളം സംസാരിക്കുകയാണ്. നമ്മളൊക്കെ അങ്ങ് US ജനിച്ചിരുന്നുവെങ്കിൽ എന്ത് സംസാരിക്കും? ഇംഗ്ലീഷ് സംസാരിക്കും. നമ്മൾ സാധാരണ പറയുമ്പോ പറയാറുണ്ട്, ഇംഗ്ലണ്ടിലൊക്കെ അല്ലെ തെണ്ടികൾ വരെ ഇംഗ്ലീഷാ പറയണേന്ന്. നമുക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പൊ അമേരിക്കയിലൊക്കെ തെണ്ടികൾ വരെ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ആൻഡ് ഇൻഫൻസ് റിസീവ് സെൻസ് ഇംപ്രഷൻസ് ആൻഡ് ഫോം ഇമേജറീസ് ഇൻ ദ മൈൻഡ്. കുട്ടികൾക്ക് ലഭിക്കുക കുറച്ച് സെൻസ് ഇംപ്രഷൻസ് മാത്രമാണ്. നമ്മുടെ ഭാഷയിൽ നിന്നുള്ള അവര് ആ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പലതും കണ്ടും കേട്ടുള്ള ചില ഇംപ്രഷൻസ് ലഭിക്കും. അത് വെച്ച് അവർ ഒരു ഇമേജറി ഉണ്ടാക്കും, മെന്റൽ പിക്ചർ ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ കൊടുക്കണ അവർ കേൾക്കുന്നതും കേൾക്കുന്നതും കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്തതുമായിട്ടുള്ള ഇത് വെച്ചിട്ട് അവർ എന്ത് ചെയ്യും? ഒരു മെന്റൽ ഇമേജ് ഉണ്ടാക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ചിൽഡ്രൻ ഹിയർ ദ സൗണ്ട് ആൻഡ് ട്രൈ ടു അട്ടർ ഇറ്റ്. കുട്ടികളിൽ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുക, അവരെന്തോ കേൾക്കും അതിങ്ങനെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അട്ടർ ചെയ്യുക, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും? ഈ കേട്ടതും അവരുടെ എക്സ്പീരിയൻസ് ഉള്ള ഈ ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് ചില ഇമേജറീസ് ഉണ്ടാക്കും. ആ ഇമേജറീസും ഈ ലാംഗ്വേജും പിന്നെ വരുന്ന ലാംഗ്വേജും തമ്മിലൊക്കെ അവർ കണക്ട് ചെയ്യും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സംഭവങ്ങളെ അവർ അവരുടെ മൈൻഡിൽ സൂക്ഷിച്ചിട്ട് അത് പിന്നീട് വരുന്ന ഭാഷയുമായി കമ്പയർ ചെയ്ത് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് കുട്ടികൾ ലാംഗ്വേജ് ഉണ്ടാക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സ്ട്രക്ചർ. ഓക്കെ, ദെൻ പെർലോസ്കി എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞതാണ്, ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് between language and each component of the cognitive process with perception, memory, consciousness is not unidirectional but takes place in both directions. Actually ലാംഗ്വേജും നമ്മുടെ പെർസെപ്ഷനും ലാംഗ്വേജും മെമ്മറിയും ലാംഗ്വേജും കോൺഷ്യസ്നെസ്സും ഒക്കെ തമ്മിൽ എന്തുണ്ട്? പരസ്പര ബന്ധമുണ്ട് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതൊരു യൂണി ഡയറക്ഷനിലല്ല,
ബോത്ത് ഡയറക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊണ്ടുകൊടുക്കൽ ഇതാണ്. അഥവാ മെമ്മറിയും ലാംഗ്വേജും മെമ്മറിയും പരസ്പരം അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാളുകളാണ്. മെമ്മറിയും പെർസെപ്ഷനും, മെമ്മറിയും ലാംഗ്വേജും കോൺഷ്യസ്നെസ്സും ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ലാംഗ്വേജും പെർസെപ്ഷനും മെമ്മറിയും എല്ലാവരും തമ്മിൽ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. നോം ചോംസ്കി എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞതാണ്, നമ്മുടെ ലാംഗ്വേജ് നമുക്ക് ഇന്നേറ്റ് ആയിട്ട് കിട്ടിയതാണ്, ഇൻബോൺ ആയി കിട്ടുന്നതാണ്. ലാംഗ്വേജ് ഇസ് ഇൻസെപ്പറബിൾ തിങ്കിങ്. നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ചിന്തയാണ് ഭാഷ എന്ന് പറഞ്ഞാൽ. ബ്രെയിനില് ന്യൂറൽ സർക്യൂട്ട്സ് കണ്ടെയ്ൻ ലിംഗ്വിസ്റ്റിക് ഇൻഫർമേഷൻ അറ്റ് ബർത്ത്. നമ്മുടെ തലയിൽ കുറെ ഇതുണ്ട്, സർക്യൂട്ടുകളുണ്ട്. ആ സർക്യൂട്ടുകളിൽ ഭാഷ പിന്നെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള, ലാംഗ്വേജ് പഠിക്കാനുള്ള സർക്യൂട്ടുകൾ ഉണ്ട് എന്നാണ് നോം ചോംസ്കി പറഞ്ഞത്. UG എന്നൊക്കെ ടേം ഉണ്ട്, യൂണിവേഴ്സൽ ഗ്രാമർ. അഥവാ നമ്മുടെ ബ്രെയിനിൽ ഒരു ഗ്രാമർ സിസ്റ്റം ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിലേക്ക് ഏത് ഭാഷയും നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. നമുക്ക് തോന്നും മലയാളം നമുക്ക് പഠിച്ചു, ഇനി ഇംഗ്ലീഷ് തന്നെ ഇറങ്ങാറാണ്, പിന്നെ ഇനിയിപ്പോ ചൈനീസൊന്നും നമുക്ക് പഠിയില്ല, അല്ലെങ്കിൽ ഫ്രഞ്ച് പഠിയില്ല, അങ്ങനെയൊന്നും നമുക്ക് തോന്നിപ്പോകും. ആക്ച്വലി ഏത് ഭാഷ ആണെങ്കിൽ നമുക്ക് അറിയുന്നതാണ്, നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. ഓക്കെ, പിന്നെ നോം ചോംസ്കി പറയുന്നത് നിങ്ങളുടെ തലയിൽ ലാഡ് ഉണ്ട്, ലാഡർ അല്ല, ലാഡ്, LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. നമ്മളൊക്കെ തലയിൽ എന്തുണ്ട്, ഇത്ര ലാഡ് എന്ന് പറയുന്ന സാധനം ഉണ്ട് എന്ന് പറയണേ. എന്തുണ്ട്? ലാഡ്. നിങ്ങളുടെ തലയിൽ ഉണ്ടാവുക ക്ലിപ്പേ കാര്യം, ലാഡല്ല. അപ്പം പിന്നെ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന പേര് എന്താ വെച്ചാല് അതൊരു ഡിവൈസ് പോലെ വർക്ക് ചെയ്യുന്നതാണ്. ഏതൊരു ഭാഷ വന്നാലും അത് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും, അത് പ്രോസസ് ചെയ്യും എന്നൊക്കെയാണ് നോം ചോംസ്കി പറഞ്ഞത്. അതൊരു ന്യൂറൽ ഫാക്കൽറ്റിയാണ്, നമ്മുടെ ന്യൂറോൺസുകളുടെയും അല്ലെങ്കിൽ നമ്മുടെ തലയിലുള്ള ഒരു ഫാക്കൽറ്റിയാണ്, നമ്മളൊരു പിന്നെ മെമ്പറാണ് ആക്ച്വലി ലാഡ് എന്ന് പറയുന്നത്. സോ ഓൾ ഹ്യൂമൻ ലാംഗ്വേജ് ഷെയർ കോമൺ പ്രിൻസിപ്പിൾസ്. ഏത് ഭാഷയാണെങ്കിലും അത് പഠിക്കുന്ന രീതി സെയിം ആണെന്നാണ് പറയുന്നത്. ദെൻ അതിന്റെ കൂടെ തന്നെ ഉള്ളൊരു ലാസ്റ്റ് ടേം ആണ് തിങ്കിങ് വിത്തൗട്ട് ലാംഗ്വേജ്, ഭാഷ ഇല്ലാതെയുള്ള ചിന്ത. റിസർച്ച് സ്റ്റഡീസ് ഹൗ ദാറ്റ് തിങ്കിങ് കണ്ടിന്യൂസ് വിത്തൗട്ട് വെർബൽ ലാംഗ്വേജ്. ശരിക്കും നമ്മളൊക്കെ ഭാഷ കൊണ്ട് ചിന്തിക്കണത്, പക്ഷെ ഭാഷ ഇല്ലാത്ത ആളുകൾ, സംസാരശേഷി ഇല്ലാത്ത ആളുകള് അവർ ചിന്തിക്കണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ എന്നുള്ളൊരു പഠനം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പീപ്പിൾ വിത്ത് അഫേഷ്യ, ഡിസബിലിറ്റി ടു സ്പീക്ക് ഡ്യൂ ടു ബ്രെയിൻ ഡാമേജ്, അഥവാ സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ, ചില ബ്രെയിൻ ഡാമേജ് കൊണ്ട് സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ, ഡഫ് ആൻഡ് ഡംബ് ആയിട്ടില്ല, സംസാരിക്കാനും കേൾക്കാനും ഒന്നും കഴിയാത്ത ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, ചിന്തിക്കുന്നുണ്ട്, ഇല്ലേ? സംസാരിക്കാൻ കഴിയില്ല, കേൾവി ശക്തി ഇല്ല, അങ്ങനത്തെ ആളുകൾ ചിന്തിക്കണ്ടല്ലോ. അപ്പൊ ചിന്തിക്കാൻ ശരിക്കും ഭാഷന്റെ ആവശ്യമുണ്ടോ? നമ്മളിപ്പോ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ നാളെ ഞാൻ അവിടെ പോയിട്ട് ഇവിടെ പോയിട്ട് അങ്ങോട്ടാക്കിയിട്ട് ഇങ്ങോട്ടാക്കിയിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കൂല, നമ്മളെ ഭാഷയിലൂടെ ചിന്തിക്കുക. ശരിക്കും ചിന്തിക്കാൻ ഭാഷ വേണ്ടെന്ന് പറയണേ. പക്ഷെ ഒരു റിസർച്ച് നടക്കുന്നുണ്ട് പറയുന്നത് കേട്ടോ. എങ്ങനെ പിന്നെ അവര് മെന്റൽ പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ മെന്റൽ പിക്ചർ ത്രൂ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, കാര്യങ്ങളെ കാണുന്നുണ്ടാവും കേട്ടോ. പിന്നെ വൈഗോഡ്സ്കി പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റ് ആണ്, സ്റ്റേറ്റഡ് ദാറ്റ് തോട്ട് ആൻഡ് ലാംഗ്വേജ് ഹാവ് ഡിഫറെന്റ് റൂട്ട്സ് ടു ഓപ്പറേറ്റ് എന്ന് പറഞ്ഞു. ചിന്തയും ഭാഷയും തമ്മിൽ രണ്ടായി തന്നെ പ്രവർത്തിക്കുന്നതാണ് വൈഗോഡ്സ്കി. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഒക്കെ പഠിപ്പിക്കുന്ന ആളാണ് വൈഗോഡ്സ്കി. അവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെയാണ്, ചിന്തയും അതുപോലെ തന്നെ നമ്മുടെ ഡിഫറെന്റ് റൂട്ടുകളാണ്. ലാംഗ്വേജിനും തോട്ട്സിനും ഡിഫറെന്റ് റൂട്ടാണ് പറയുന്നത്. തിങ്കിങ് വിതൗട്ട് ലാംഗ്വേജ് ഈസ് പോസിബിൾ. ഭാഷ അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് വൈഗോഡ്സ്കിന്റെ അഭിപ്രായം. ബട്ട് യൂസ് ഓഫ് ലാംഗ്വേജ് റിഫൈൻസ് അവർ തിങ്കിങ്. പക്ഷേ ഭാഷ ഉണ്ടെങ്കിൽ ആ ചിന്ത വേറെ ഒരു അടിപൊളി ചിന്തയാണ്. അപ്പൊ ഭാഷ ഇല്ലാത്തവർ ചിന്തിക്കും, ഭാഷ ഉള്ളവർ കുറച്ചുകൂടിയും റിഫൈൻഡ് ആയിട്ട് ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയി ചിന്തിക്കാനുള്ള സാധ്യത ഉണ്ട്. ലാംഗ്വേജ് ദ വെഹിക്കിൾ ഓഫ് തോട്ട്. നമ്മുടെ ചിന്തകളെ കൊണ്ടുപോകുന്ന വാഹനമാണ്, അല്ലെങ്കിൽ അതിന്റെ വെഹിക്കിളാണ് ലാംഗ്വേജ്. ഇത് ടൂൾ ഫോർ എക്സ്പ്രസിംഗ് തിങ്കിങ്. നമ്മൾ ചിന്തിക്കുന്നത് പറയാനുള്ള ടൂളാണ് ലാംഗ്വേജ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ദ എക്സ്പ്രഷൻ ഓഫ് തോട്ട് ഈസ് നോട്ട് ഓൾവേസ് ടൈഡ് വിത്ത് സ്പീച്ച്. അപ്പോൾ നമ്മൾ ചിന്തകൾ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും എന്തുകൊണ്ടല്ല, ഭാഷ കൊണ്ടാവണമെന്നില്ല. ആണോ? നമ്മുടെ ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യുന്നത് ഭാഷ കൊണ്ടാ? ദേഷ്യം ഉണ്ടെങ്കിൽ ഭാഷ വേണമെന്നൊന്നുമില്ല അല്ലെ? അതെ അതെ, ഒരൊറ്റ നോട്ടം മതി എന്ന് പറഞ്ഞു അല്ലേ? എന്തിനൊക്കെയാണ് നോട്ടം കൊണ്ട് കീഴടക്കാൻ പറ്റുക? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദേഷ്യം മാത്രമാണോ? അല്ല, സങ്കടം, ഒന്നും പറയൂല.
കണ്ണുകൊണ്ട് മാത്രം ആരെങ്കിലും വീഴ്ത്തിയ ആൾക്കാരുണ്ട് ഇതില്? സാർ നോട്ടം കൊണ്ട് മാത്രം? അങ്ങോട്ടേക്ക് മാത്രം പോന്നേ. അതല്ല, നിങ്ങളുടെ ആ പിന്നെ ഇതുണ്ടല്ലോ, ഏത് രണ്ടാമത്തെ മുഖം, അത് വലിച്ചു പുറത്തിടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് മനസ്സിലാകുന്നുണ്ട് സാർ, പൊക്കെ ഇങ്ങോട്ടേക്കാണ്. നിങ്ങളെന്താ അറിയോ, ഇപ്പൊ കുട്ടികളെ നോക്കിയതും പേടിപ്പിച്ചൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് പറയും. സിദ്ധു നിങ്ങൾ പറയണില്ലല്ലോ. ആൻഡ് ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് ആർ ക്ലോസ്ലി റിലേറ്റഡ്, ഈച്ച് അഫക്റ്റിംഗ് ഈച്ച് അതർ. അപ്പൊ ലാംഗ്വേജും തോട്ട്സും അല്ലെങ്കിൽ തിങ്കിങ്ങും സെയിം ആണ്. ദാറ്റ് മീൻസ് സെയിം മീൻസ് അവര് കണക്റ്റഡ് ആണ്. എന്നാൽ അതില്ലാതെയും പറ്റും. ഭാഷ ഇല്ലാതെയും ചിന്തിക്കാം, ലാംഗ്വേജ് ഇല്ലാതെയും നമുക്ക് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ദെൻ ആ ടോപ്പിക് അവിടെ തീർന്നു കേട്ടോ. ഈ ലാംഗ്വേജിന്റെ കുറെ സംഭവങ്ങൾ അവിടെ തീർന്നു. നമ്മളിവിടെ എന്തൊക്കെ പറഞ്ഞത്, ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെ പോയിട്ട് ലാംഗ്വേജ് ഒബ്ജക്റ്റീവ്സ് ഫോർ LAC അപ്രോച്ച്, അതുപോലെ കൺസ്ട്രക്റ്റീവ് ലാംഗ്വേജ് ഒബ്ജക്റ്റ് എങ്ങനെ ഭാഷ കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ സിംപ്ലിഫൈഡ് ആൻഡ് ഡീറ്റെയിൽഡ് ലേണിംഗ് ടാർഗറ്റ്സ്, എന്തൊക്കെയാണ് ലേണിംഗ് ടാർഗറ്റുകൾ പറഞ്ഞു. ദെൻ റിലേഷൻ വിത്ത് ലാംഗ്വേജ് ആൻഡ് തിങ്കിങ്, അതിൽ 2 സൈഡുകൾ പറഞ്ഞു, 3 സൈഡുകൾ ഉണ്ടായിരുന്നു. തിങ്കിങ് വിത്തൗട്ട് ലാംഗ്വേജ്, അതും പോസിബിൾ ആണെന്ന് പറഞ്ഞു. വൈഗോട്സ്കി പറഞ്ഞു ലാംഗ്വേജും തോട്ടും രണ്ട് വഴിയിൽ പോകുന്നുണ്ട്, പക്ഷെ പരസ്പരം പോലെ തന്നെയാണ്, കണക്റ്റഡ് ആണ്, പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടെന്നൊക്കെ പറഞ്ഞു വെച്ചു. ഇനി കോൺസെപ്റ്റ് ഓഫ് കോൺസെപ്ച്വൽ ലിറ്ററസി എന്നുള്ളതാണ്. നമുക്കല്ലേ ചില കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ടാവും അല്ലേ? നമ്മളെ ഓരോരോ സബ്ജക്റ്റിലാണെങ്കിലും കുറെ കോൺസെപ്റ്റ് പഠിക്കാനുണ്ടാവും. ആ കോൺസെപ്റ്റുകളെ കുറിച്ചാണ് ഇവിടെ ഇനി ഒരു കുറച്ച് നേരത്തേക്ക് അതാണ് പറയാം കേട്ടോ. സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ കോൺസെപ്റ്റ്? കോൺസെപ്റ്റ് ഈസ് എ ജനറലൈസ്ഡ് ഇമേജ് ഓർ ഐഡിയ. ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഇമേജ് ആണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വെഹിക്കിൾ എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടാവും. ഒരു വെഹിക്കിൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബസ് എന്ന് പറയുമ്പോൾ അതിനൊരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടാവില്ലേ? ഓക്കെ, അപ്പൊ അതെന്താണ്? അതാണ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെന്റൽ പിക്ചർ പോലെ ജനറലൈസ്ഡ് ആശയമാണ്, ജനറലൈസ്ഡ് ഐഡിയ വിച്ച് സ്റ്റാൻഡ്സ് ഫോർ ഓൾ അവർ എക്സ്പീരിയൻസ്. എല്ലാ എക്സ്പീരിയൻസ് എന്നൊക്കെ ഉള്ള നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന നമ്മുടെ ഒരു ചിത്രമാണ് കോൺസെപ്റ്റ്. ഇറ്റ് ഹെൽപ്സ് ടു അറേഞ്ച് ആൻഡ് ഓർഗനൈസ് അവർ എക്സ്പീരിയൻസ്. നമ്മുടെ എക്സ്പീരിയൻസിന് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതും നമ്മൾ പിന്നീട് അതിനെ ട്യൂൺ ചെയ്യുന്നതും ഒക്കെ നമ്മുടെ കോൺസെപ്റ്റുകൾ വെച്ചിട്ടാണ്. സോ അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ കൊഗ്നിറ്റീവ് പ്രോസസ്. നമ്മളൊരു കോൺസെപ്റ്റിനൊക്കെ എവിടെയാണ്? നമ്മളെ കൊഗ്നിഷനിലാണ്, ബുദ്ധിയിലാണ്. നമ്മൾ മൈൻഡിൽ അത് ചിന്തിച്ച് നമ്മളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കാണ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് ഈസ് എബിലിറ്റി ഓഫ് എ പേഴ്സൺ ടു തിങ്ക് ക്ലിയർലി അബൌട്ട് എ കോൺസെപ്റ്റ്. അതോ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കാനുള്ള നമ്മുടെ കഴിവാണ് കൊഗ്നിറ്റീവ് സ്കില്ല്. അപ്പം നമ്മളെ ബ്രെയിനിൽ എന്ത് വേണം? കൃത്യമായ കോൺസെപ്റ്റുകൾ ഉണ്ടാവണം. നമുക്കിപ്പോൾ കുറെ ടീച്ചിങ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണെങ്കിലും ഒരുപാട് കോൺസെപ്റ്റുകൾ നമുക്കുണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തിക്കുന്നത് നമ്മുടെ കൊഗ്നിറ്റീവ് സ്കിൽ വെച്ചിട്ടാണ്. ഓക്കെ, എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ബൈ ഐഡന്റിഫൈങ് ദ ഇമ്പോർട്ടന്റ് എലിമെന്റ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്. സോ കോൺസെപ്ച്വൽ ലിറ്ററസിന്നോ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സ്കില്ലെന്നോ അതൊക്കെ എന്താണ്? എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് ബൈ ഐഡന്റിഫൈങ് ദ ഇമ്പോർട്ടന്റ് എലിമെന്റ്സ് ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്. ഓരോ വസ്തുവിന്റെയും പ്രധാനപ്പെട്ട ഘടകങ്ങളെ മനസ്സിലാക്കി ഐഡന്റിഫൈ ചെയ്ത് അത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന ആ ഒരു പ്രോസസ്സാണ് കോൺസെപ്ച്വൽ ലിറ്ററസി എന്ന് പറഞ്ഞാല്. ഞാൻ നേരത്തെ പോലെ ഒരു യുദ്ധം എന്നുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലുണ്ടോ? ഉണ്ട്. അങ്ങനെ ആ യുദ്ധം എന്നുള്ള കോൺസെപ്റ്റിന് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലേക്ക് വേറെ അതിന് റിലേറ്റഡ് നമുക്ക് എന്തൊക്കെ വരിക? എന്തോ റഷ്യൻ ഉക്രൈനൊക്കെ ഇപ്പൊ ഓർമ്മയാവും, കാരണം കറന്റ് നടക്കുന്നത്. ആയിക്കോട്ടെ. യുദ്ധം എന്നുള്ള കോൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ മനസ്സിൽ ഒരു ചിത്രം എന്തൊക്കെയാ? ആളുകൾ ചിരിക്കണം, ഗണ്ണുണ്ടാവും, കരയുന്ന ആളുകൾ, പരിക്കേറ്റ ആളുകൾ, കുറെ ആളുകൾ എടുത്തുകൊണ്ട് പോകണു, കുറെ ബിൽഡിംഗ് തകർന്നു പോകും. യെസ്. സോ അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ മനസ്സിലുണ്ട്. അപ്പൊ കോൺസെപ്റ്റ് ലിറ്ററസി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്തരത്തിൽ കോൺസെപ്റ്റുകളെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ്, അതിനെ കണക്ട് ചെയ്യാനുള്ള കഴിവൊക്കെയാണ് കോൺസെപ്റ്റൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഓക്കെ, സ്കിൽ ഓഫ് കോംപ്രഹെൻഷൻ ഓഫ് തിങ് ആൻഡ് ഐഡന്റിഫൈങ് ദ എസെൻഷ്യൽ ആട്രിബ്യൂട്ട് വിത്ത് യൂസ് ഓഫ് ലാംഗ്വേജ്. ഒരു ഭാഷ ഉപയോഗിച്ച് ഒരു പർട്ടിക്കുലർ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് കോൺസെപ്ച്വൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഈ കോൺസെപ്ച്വൽ ലിറ്ററസി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, എന്നാലും ഇനി ഇവിടെ മനസ്സിലാവുള്ളൂ. ഒരു വസ്തുതയെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ബുദ്ധി പ്രയോഗിച്ച് ചിന്തിച്ച് അതിന്റെ
ആ ഒരു കോൺസെപ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു വസ്തുതയെ മനസ്സിലാക്കുന്ന പ്രൊസീജിയർ ആണ് കോൺസെപ്റ്റുവൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഡെവലപ്പിംഗ് കോൺസെപ്റ്റ് ലിറ്ററസി. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ശരിക്കും ഈ കോൺസെപ്റ്റുവൽ ലിറ്ററസി എന്നുള്ള സ്കിൽ ഉണ്ടാക്കി കൊടുക്കണ്ടേ? കാരണം നമ്മൾ പറയുന്ന ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ അറിവാണ് കോൺസെപ്റ്റുവൽ നോളജ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ എങ്ങനെ ആ ഒരു ഡെവലപ്പിംഗ് കോൺസെപ്റ്റ് ലിറ്ററസി എന്നുള്ളതിന് ഒന്ന് റോൾ ഓഫ് കോൺസെപ്റ്റുവൽ നോളജ് ഇൻ ഡെവലപ്പിംഗ് കോൺസെപ്റ്റ് ലിറ്ററസി ആണ്. അഥവാ ഈ കോൺസെപ്റ്റുവൽ നോളജിന് എന്തുണ്ട്, അതിൽ വല്ലാത്ത റോൾ ഉണ്ട്. കാരണം നമുക്ക് ഓൾറെഡി അറിയണം. ഇപ്പൊ നമുക്ക് വാർ എന്ന് പറഞ്ഞാല് അത് രണ്ടാൾ തമ്മിലുള്ള യുദ്ധമാണ്, അല്ലെങ്കിൽ അവിടെ വെപ്പൺസ് ഉപയോഗിക്കും, അതല്ലെങ്കിൽ അവിടെ പരിക്കുകൾ ഉണ്ടാവും, നമുക്ക് അറിയാം. അറിയുന്നത് കൊണ്ടാണ് അത് തീവ്രതയും നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ, സോ കോൺസെപ്റ്റ് ഫോം ചെയ്യണമെങ്കിൽ, കോൺസെപ്റ്റ് ലിറ്ററസി ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ടത് കോൺസെപ്റ്റൽ നോളജ് ആണ്. ആ ഒരു മേഖലയിൽ നമുക്ക് അറിവാണ് എന്നുള്ളതാണ്. നോളജ് ഇൻവോൾവ് അണ്ടർസ്റ്റാൻഡിങ് ദ ഇന്റർ റിലേഷൻ അമംഗ് ദ എസെൻഷ്യൽ എലമെന്റ്സ്. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ വെപ്പൺസും അതുപോലെ തന്നെ ഇഞ്ചുറി, ഫ്ലാറ്റുകൾ തകരുന്നത്, ഇതൊക്കെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കോൺസെപ്റ്റൽ നോളജ് ഉണ്ടായതുകൊണ്ടാണ്. ഓക്കെ, സോ ഇൻക്ലൂഡ് നോളജ് ഓഫ് കാറ്റഗറീസ്, പ്രിൻസിപ്പിൾസ്, മോഡൽ, സ്ട്രക്ചർ, ഇങ്ങനെ ഒരുപാട് മേഖലയിൽ അറിവുണ്ടാകുമ്പോഴാണ് അതിനാണ് കോൺസെപ്റ്റൽ നോളജ് എന്ന് വിളിക്കുന്നത്. കോൺസെപ്റ്റൽ നോളജ് ഉണ്ടെങ്കിലാണ് കോൺസെപ്റ്റൽ ലിറ്ററസി ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ദെൻ കോൺസെപ്റ്റ് ബേസ്ഡ് കരിക്കുലം. അപ്പൊ ഒന്ന്, നമുക്ക് കോൺസെപ്റ്റ് നോളജ് ഉണ്ടാവണം. ഓക്കെ, രണ്ട്, കോൺസെപ്റ്റ് ബേസ്ഡ് കരിക്കുലം വേണം. കാരണം ഈ കോൺസെപ്റ്റുകൾ കുട്ടികളെ പഠിപ്പിക്കുന്ന, കോൺസെപ്റ്റ് നോളജ് കൊടുക്കുന്ന ഒരു കരിക്കുലം കുട്ടികൾക്ക് ഉണ്ടാവണം. നമ്മൾ പല സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ പല ചാപ്റ്റേഴ്സിനൊക്കെ പഠിച്ചിട്ടുണ്ടാവും. യുദ്ധത്തിന്റെ കെടുതികളും അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസും, അത് ഉണ്ടായാൽ എന്ത് ചെയ്യണം, അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ കോൺസെപ്റ്റൽ നോളജ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. കോൺസെപ്റ്റൽ നോളജ് കിട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? കോൺസെപ്റ്റൽ ലിറ്ററസി കിട്ടുള്ളൂ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കോൺസെപ്റ്റ് ബേസ്ഡ് കരിക്കുലം വേണം. കരിക്കുലത്തിൽ ഇങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകൾ പഠിപ്പിക്കണം. മൂന്ന്, യൂസ് ഓഫ് കോൺസെപ്റ്റൽ മെറ്റഫേഴ്സ് ഓർ കോഗ്നിറ്റീവ് മെറ്റഫേഴ്സ്, അഥവാ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വൺ ഐഡിയ ഫോർ കൺസെപ്റ്റ് ഇൻ ടേംസ് ഓഫ് അനദർ സിമ്പിൾ ഐഡിയ. ഇറ്റ് റെഫേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വൺ ഐഡിയ. ഒരു വേറെയുള്ള ആശയങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില മെറ്റാഫറിക്കൽ എക്സ്പ്രഷൻസ്. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ ഒരു ഫ്ലഡ് എന്ന് പറഞ്ഞാല് അത് വെള്ളപ്പൊക്കമാണെന്നും, സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു വാട്ടറിന്റെ പവർ എന്താന്ന് കൃത്യമായിട്ട് അറിയണം. അപ്പൊ നമ്മൾ ഒന്ന് പഠിച്ചാല് അത് വെച്ചിട്ട് മറ്റൊന്നു കൂടി നമുക്ക് മനസ്സിലാക്കാം എന്നാണ്. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വന്യജീവികൾ, ഇപ്പൊ വന്യജീവികളാണ് ആന അല്ലെങ്കിൽ പുലി, ഇതൊക്കെ. അപ്പൊ അവർ മനുഷ്യനെ ആക്രമിക്കും. അപ്പൊ ആനയുടെ ആക്രമണത്തെ കുറിച്ച് നമുക്ക് കൃത്യമായി അറിയുകയാണെങ്കിൽ നമുക്ക് ആ കാട്ടിലുള്ള ബാക്കി വന്യമൃഗങ്ങളും നമ്മൾ എന്ത് ചെയ്യും? ആക്രമിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവും. അത്തരത്തിൽ കോൺസെപ്റ്റൽ മെറ്റഫേഴ്സ് ഓർ കൊഗ്നിറ്റീവ് മെറ്റഫേഴ്സ് ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് മൂന്ന്. അഥവാ ഒരു മേഖലയെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ഇതേപോലെ തന്നെ മറ്റേതും ഉണ്ടാവുക, ഇതേപോലെ അതും സംഭവിക്കാം എന്നൊക്കെയുള്ള ഒരു ഐഡിയ കുട്ടികൾക്ക് കൊടുക്കുക. 4, കോൺസെപ്റ്റ് ലിറ്ററസി ആൻഡ് സ്കീമ തിയറി എന്നാണ്. So it is a construct where the ideas understood by the learner are divided into units and mapped to show their relation with one another. നമ്മൾ പല കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഇത് രണ്ട് തരമുണ്ട്, ഇതേപോലെ തന്നെ മറ്റേത് സംഭവിക്കുക എന്നൊക്കെയുള്ള ഡിവിഷനും അതുപോലെ തന്നെ പരസ്പരമുള്ള സിനോണിംസും അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിലേഷൻസും പറഞ്ഞു കൊടുക്കണം എന്നാണ്. ഓക്കെ, കോൺസെപ്റ്റ് ലിറ്ററസി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്കീമ മനസ്സിൽ അങ്ങനെ ഒരു ആശയം ഇട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. മുന്നേ പഠിച്ചതും ഈ പഠിക്കുന്നതും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിക്കുന്നതും ഈ നമ്മൾ കണ്ടതുമായിട്ടുള്ള ബന്ധം, ഇങ്ങനെയുള്ള പരസ്പര കോൺസെപ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്തും അതിനെ കണക്ട് ചെയ്തും ഇതിനെ ഡിവൈഡ് ചെയ്തും ഒക്കെ പഠിപ്പിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് എന്തുണ്ടാവും? ഇത് ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, അപ്പൊ മഴയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എങ്കിൽ ഒരു മഴക്കാറിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാം. അതേപോലെ ഒരു കണക്റ്റഡ് ആയ സാധനങ്ങളെ കുറിച്ചിട്ട് കുട്ടികൾക്ക് തന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് ലിറ്ററസി കൊടുക്കണം. ഇത് അത്ര ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനെ ഒരു ഇതൊന്നും ആയിട്ട് തോന്നുന്നില്ല കേട്ടോ ഈ ഒരു ടോപ്പിക്. ദെൻ ബേസിക് ടെനറ്റ്സ് ഓഫ് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം. ഇനി ആ ഒരു കോൺസെപ്റ്റ് ആണ് ഏകദേശം കഴിഞ്ഞു കേട്ടോ. വീണ്ടും ബേസിക് ടെനറ്റ്സ് ആണ്. നമ്മള് ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലത്തിന്റെ ഒരു ബേസിക് ഒപ്പീനിയൻ, ബേസിക് ബിലീഫ്സ് ആണ് ഗിവൺ ബൈ കാൾസൺ എന്നുള്ള ആളുടെ അഭിപ്രായത്തിൽ. ലാംഗ്വേജ് ഡെവലപ്പ് മെയിൻലി ത്രൂ ഇറ്റ്സ് പർപ്പസ്ഫുൾ യൂസ്. ഭാഷ എപ്പോഴാണ് ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അത് ഉപയോഗിക്കണം എന്ന് കരുതി ഉപയോഗിക്കുമ്പോൾ, പർപ്പസ്ഫുൾ യൂസിലൂടെ മാത്രമേ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. 1. 2, ലേണിംഗ് ഇൻവോൾവ് ടോക്കിംഗ്, റൈറ്റിംഗ്, ഷേപ്പിംഗ്, മൂവിങ്. നമ്മൾ നേരത്തെ പഠിച്ചു, LSRB പഠിച്ചു, ഷേപ്പിംഗ്, മൂവിങ്, വാച്ചിങ് എന്നുള്ള കുറെ സംഭവങ്ങൾ പഠിച്ചു. അതിലൂടെയാണ് ഭാഷ ഉണ്ടാവുക. 2,
3 ലേണിംഗ് ഓഫ് ഒക്കെ ത്രൂ സ്പീക്കിംഗ് റൈറ്റിംഗ്. ഭാഷ പഠിക്കാനുള്ള ഒന്നാണ് സ്പീക്കിങ്ങും റൈറ്റിംഗും. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞ പോയിന്റ് ആണ്. ലാംഗ്വേജ് ഈസ് കോൺട്രിബ്യൂട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഭാഷ എന്ത് ചെയ്യും? ബുദ്ധി വളർച്ച കാരണമാകും. അതും പറഞ്ഞ പോയിന്റ് ആണ്. അടുത്ത ലാംഗ്വേജ് ഇസ് എ മീഡിയം ഫോർ റിഫ്രാക്ടിങ് ഓൺ ലേണിംഗ് ഓർ ബിക്കമിങ് ഓട്ടോണമസ് ആണ്. റിഫ്രാക്ടിങ് ടേം എന്നുള്ള എനിക്കൊരു ഉറപ്പില്ല കേട്ടോ, ജസ്റ്റ് നോക്കണം. സോ ഓട്ടോണമസ് ലേണേഴ്സിന് ഉണ്ടാക്കാന് നല്ല ഒറ്റക്ക് ഞാൻ ബാക്കിയുള്ള കണ്ടന്റ് പഠിക്കും, അല്ലെങ്കിൽ ലാംഗ്വേജ് കിട്ടി ഇനി എനിക്ക് വേറെ എന്ത് പഠിക്കാം എന്നുള്ള കോൺഫിഡൻസ് കുട്ടികൾ എത്തിക്കണമെങ്കിലും നമുക്ക് ലാംഗ്വേജ് ആവശ്യമാണ്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്നാൽ ഭാഷ പഠിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതിൽ ഒരു 5 പ്രിൻസിപ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നാച്ചുറൽ ലാംഗ്വേജ് അക്വിസിഷൻ എന്നുള്ളതാണ്. ഒക്യൂസ് ഇൻ കോണ്ടെക്സ്റ്റ്. നമ്മൾ ലാംഗ്വേജ് പഠിക്കേണ്ടത് ശരിക്ക് നാച്ചുറൽ സിറ്റിംഗ്സ് എന്നാണ്. അതിന് വിളിക്കുന്ന പേരാണ് അക്വിസിഷൻ. ഓക്കെ, ഇവിടെ കണ്ടോ അക്വിസിഷൻ എന്നുള്ള വാക്ക് കണ്ടില്ലേ? ഓക്കെ, അപ്പോ ഞങ്ങൾക്ക് ഇവിടെ DLED അക്വിസിഷനും ലേണിംഗും വേറെ തന്നെ പഠിപ്പിക്കാറുണ്ട്. സോ അക്വിസിഷൻ എന്ന് പറഞ്ഞാല് ഭാഷ നമ്മൾ മലയാളം പഠിച്ച പോലെ നമ്മൾ അറിയാതെ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് ലാംഗ്വേജ് പഠിച്ചെടുക്കാനുള്ള നമ്മുടെ ആ ഒരു രീതിയാണ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ നാച്ചുറൽ ലാംഗ്വേജ് അക്വിസിഷൻ ഒക്കെ ഇൻ കോണ്ടെക്സ്റ്റ്. കോണ്ടെക്സ്റ്റ് എന്ത് ചെയ്യണം? നമ്മൾ നാച്ചുറലായി ഭാഷ പഠിക്കണം എന്നുള്ളതാണ് ഒന്ന്. 2, സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഇൻക്രീസസ് വിത്ത് കോണ്ടന്റ് ബേസ്ഡ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമുക്ക് എത്ര തരം ഭാഷ ഉണ്ട് അറിയാം? നമുക്ക് ഇവിടെ ഇപ്പോൾ 1 ലാംഗ്വേജ് കണ്ടു, പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് കണ്ടു. ശരിക്കും എത്ര തരം ഭാഷ ഉണ്ട് നമുക്ക്? സെക്കൻഡ് ഒരുപാട് മീൻസ് ഞാൻ ഇംഗ്ലീഷ് മലയാളം അങ്ങനെയല്ല ഉദ്ദേശിക്കണേ. സെക്കൻഡ് ലാംഗ്വേജ് അങ്ങനെയാണോ? കൊളോക്കിയൽ ലാംഗ്വേജ് അല്ല ഞാൻ പറയാം. ഒന്ന് മദർ ടങ്, അതിന്റെ കൂടെ തന്നെ വരുന്നതാണ് ഫസ്റ്റ് ലാംഗ്വേജ്. ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, ഫോറിൻ ലാംഗ്വേജ്. ഭാഷകൾ ഇങ്ങനെ 3 തരമുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജ് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ, അത് മദർ ടങ് ആയിരിക്കാം, അല്ലാത്തതും ആയിരിക്കാം, മദർ ടങ് ആയിരിക്കാം. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാല് നമ്മള് ഒരു ഭാഷന്റെ റൂൾസ് വെച്ച് പഠിച്ച് നമ്മൾ ആ ഭാഷ പഠിച്ചെടുക്കുക. ഇപ്പൊ ഫസ്റ്റ് ലാംഗ്വേജ് നമ്മുടേത് മലയാളമാണ്. സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് ഉണ്ട്, അറബിക് ഉണ്ട്, മലയാളം. കേരളത്തെ സംബന്ധിച്ച് ഹിന്ദിയോ ഉറുദുവോ ഒക്കെ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കും. അതിന്റെ റൂൾസ് ഒക്കെ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഭാഷ പഠിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഫോറിൻ ലാംഗ്വേജ് പറഞ്ഞാല് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഉപയോഗത്തിന് വേണ്ടി മാത്രം പഠിക്കാം. ഇപ്പൊ ചൈനീസ് ഇവിടെ പഠിപ്പിക്കണമെന്നില്ല, പക്ഷെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഞാൻ കോമൺ ആയിട്ട് പറയണേ, ചൈനയിൽ പോകണം, അവിടെ ബിസിനസ് നടത്തണം, അതിനു വേണ്ടി ആ ഭാഷ പഠിക്കാം. ഇങ്ങനെ 3 തരം ഭാഷകളാണ് നമുക്ക് ശരിക്ക് ഉള്ളത് കേട്ടോ. സോ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ത് വേണം? ഇൻക്രീസസ് വിത്ത് കോണ്ടന്റ് ബേസ്ഡ് ലാംഗ്വേജ് ഇൻസ്ട്രക്ഷൻ. സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ പർട്ടിക്കുലർ കോണ്ടന്റ് വേണം, ആ കോണ്ടന്റിൽ ഭാഷ പഠിക്കണം. അതിനാണ് സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കും അതിൽ ചില സ്റ്റോറീസും അതിൽ കുറെ കോണ്ടെക്സ്റ്റുകളും ഒക്കെ കൊടുത്തിട്ടുള്ളത്. 3 പീപ്പിൾ ലേൺ ലാംഗ്വേജ് ബൈ യൂസിങ് ദം. നമുക്കറിയാം ഭാഷ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് പഠിക്കാനുള്ളതാണ്. 4, ലാംഗ്വേജ് ക്യാൻ ബി അക്വേർഡ് ത്രൂ കണ്ടിന്യൂസ് പ്രാക്ടീസ്. ഭാഷയ്ക്ക് വേണ്ടത് തുടർച്ചയായ പ്രാക്ടീസ് ആണ്, കണ്ടിന്യൂസ് പ്രാക്ടീസ് ആണ്. 5, ദ ഇമേഴ്ഷൻ ഓഫ് ലാംഗ്വേജ് വിത്ത് എ കോണ്ടന്റ് ഫെസിലിറ്റേറ്റ് മോർ എഫക്റ്റീവ് ലാംഗ്വേജ് അക്വിസിഷൻ. ഒരു ഭാഷ കൊണ്ട് ഒരു കോണ്ടന്റിൽ നമ്മൾ അങ്ങോട്ട് മുഴുകുക, അതിലാണ് എൻഗേജ്ഡ് ആവുക. അഥവാ ഭാഷ കൊണ്ട് എന്ത് ചെയ്യുക? ആ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു പ്ലേസിലാണെങ്കിൽ അവിടുത്തെ ലാംഗ്വേജുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എൻഗേജ്ഡ് ആവുക. അങ്ങനെയും ഭാഷ പഠിക്കാം. അപ്പൊ ലാംഗ്വേജ് പഠിക്കേണ്ടത് ഒന്ന് നാച്ചുറൽ സിറ്റുവേഷനിലാണ്, അക്വിസിഷനിലാണ്. സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ കോണ്ടന്റ് ബേസ്ഡ് ആയി പഠിക്കണം. 3, ഭാഷ ഉപയോഗിച്ച് പഠിക്കണം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ അതിന്റെ കോണ്ടന്റിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻഗേജ്ഡ് ആവണം. എങ്കിലാണ് ഭാഷ പഠിയാന്നാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് അക്രോസ് കരിക്കുലത്തിന്റെ 5 പ്രിൻസിപ്പിൾസ്. ഇനി നമ്മൾ ഏകദേശം ഇങ്ങനെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇന്റഗ്രേഷൻ അക്രോസ് ദ കരിക്കുലാണ്. ഏകദേശം അതിന്റെ അവസാനമാണ്. ഇന്റഗ്രേറ്റ് എന്നുള്ള ടേമിന് അർത്ഥം എന്താ? കൂടി വരിക. കൂട്ടിച്ചേർക്കുക എന്നാണ്. അല്ല, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന കൂട്ടിച്ചേർക്കുക എന്നാണ്. ഇത് നമ്മൾ സ്കൂളിൽ പറഞ്ഞ വേറെ ടേം കൂടി ഉണ്ട്, ഇൻക്ലൂഷൻ. ഇൻക്ലൂഷൻ എന്നുള്ള പേരും കൂടി പറയൂ കേട്ടോ. സോ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇന്റഗ്രേഷൻ അക്രോസ് കരിക്കുലം. പല കരിക്കുലങ്ങൾ അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ഉള്ളതാണ്. സോ മേക്കിംഗ് കണക്ഷൻ ഫോർ സ്റ്റുഡൻസ് അലോവിംഗ് ദം ടു ഗെറ്റ് എൻഗേജ്ഡ് ഇൻ റെലവന്റ് മീനിങ്ഫുൾ ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി കണക്റ്റഡ് ടു റിയൽ ലൈഫ്. അപ്പൊ ഇവിടെ പറഞ്ഞു വെച്ചാൽ കരിക്കുലത്തിൽ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും, കുറെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും. ആ പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യണം? സ്റ്റുഡൻസ് തമ്മിൽ കണക്ട് ചെയ്യണം, കുട്ടികൾ അതിൽ എൻഗേജ്ഡ് ആകണം. അങ്ങനെയുള്ള ആക്ടിവിറ്റികളുമായി എൻഗേജ്ഡ് ആയി അതിനെ റിയൽ ലൈഫുമായി കണക്ട് ചെയ്തിട്ടാണ് ആക്ച്വലി ഭാഷ പഠിക്കേണ്ടത് എന്നാണ്. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റീസിനെ, മീനിങ് ഫുൾ ആക്ടിവിറ്റീസിനെ
ക്ലാസ് റൂമിൽ സ്റ്റുഡൻസിന് എന്ത് ചെയ്യണം, ലാംഗ്വേജിലൂടെ കണക്ട് ചെയ്ത് അതിനെ റിയൽ ലൈഫുമായി കണക്ട് ചെയ്ത് വേണം പഠിപ്പിക്കാൻ. രണ്ട്, ഇറ്റ് ഇസ് എ പെഡഗോജിക്കൽ അപ്രോച്ച് ദാറ്റ് ഇന്റഗ്രേറ്റ് 2 or more സബ്ജക്ട്സ് ആൻഡ് എക്സ്പീരിയൻസസ്. ഇനി ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഭാഷ എന്ന് പറയുന്നതിനെ ബാക്കിയുള്ള സബ്ജക്റ്റുകളുമായി കണക്ട് ചെയ്യണം. അത് ഓൾറെഡി കണക്റ്റഡ് ആണ്. കാരണം ഇംഗ്ലീഷ് പഠിച്ചാലേ ഉള്ളൂ സയൻസ് പഠിക്കാനും ഫിസിക്സ് പഠിക്കാനും സൈക്കോളജി പഠിക്കാനൊക്കെ പറ്റുള്ളൂ. സോ അങ്ങനെ ഒരു 2 സബ്ജക്റ്റുകൾ തമ്മിൽ കൂടി കണക്ട് ചെയ്യണമെന്നാണ്. 3, ദ കോറിലേഷൻ ക്യാൻ റേഞ്ച് ഫ്രം കാഷ്വൽ അറ്റൻഷൻ ടു പ്ലാൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് ഇന്റർ റിലേറ്റഡ് ഡിസിപ്ലിൻസ്. പരസ്പരം റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധമുള്ള ഡിസിപ്ലിൻസ്, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ എന്ത് ചെയ്യണം, ഒരു കാഷ്വൽ അറ്റൻഷൻ കൊടുക്കണം. നേരത്തെ പറഞ്ഞതിന്റെ വേറൊരു പോയിന്റ് ആണ് മാത്രം. അഥവാ പലതരം ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ റിലേറ്റ് ചെയ്യണം, അതിന് ലാംഗ്വേജ് കണക്റ്റഡ് ആക്കണം, റിയൽ ലൈഫ് എക്സ്പീരിയൻസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള പോയിന്റുകളാണ് ഇതിൽ പറഞ്ഞത്. ഓക്കെ, ഇനി അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന കരിക്കുലങ്ങൾ പലതരത്തിലുള്ളതാണ്. ടൈപ്സ് ഓഫ് ഇന്റഗ്രേറ്റഡ് കരിക്കുലം. ഒന്ന് കണക്റ്റഡ് എന്നാണ്. ഇത് ഇങ്ങനെ തന്നെ ടെക്സ്റ്റിലുള്ളത്, അതുകൊണ്ട് അങ്ങനെ തന്നെ കൊടുത്തേ. ടോപ്പിക് സറൗണ്ടിങ് ഡിസിപ്ലിൻസ് ആർ കണക്റ്റഡ്. അത് പലതരം ഭാഷകളിലുള്ള ടോപ്പിക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകളുള്ള. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ സൈക്കോളജി, ഫിലോസഫി. ഈ സൈക്കോളജി ഫിലോസഫിയിലുള്ള പല ടേംസുകളും പല തിയറികളും ചിലപ്പോൾ സെയിം ഉണ്ടാവും. അത് തമ്മിൽ കണക്ട് ചെയ്ത് പഠിപ്പിക്കുക. 1. 2, സീക്വൻസസ് ആണ്. സിമിലർ ഐഡിയാസ് ആർ ടോട്ട് ടുഗദർ. ചില ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷിലും മലയാളത്തിലും കുറേ ടോപ്പിക് പഠിപ്പിക്കാനുണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷ് പെഡഗോജിയിലും മലയാളം പെഡഗോജിയിലും സെയിം ഉണ്ടാവും. ഒരു ഉദാഹരണം പറയാം, ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ആണ്, BEd ആണ്, നിങ്ങൾക്ക് പെഡഗോജി എന്ന സാധനം ഉണ്ട് അല്ലേ? അത് അതിന്റെ സ്ട്രക്ചറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇംഗ്ലീഷ് ആണെങ്കിലും BEd ഇംഗ്ലീഷ് ആണെങ്കിലും BEd സോഷ്യൽ സയൻസ് ആണെങ്കിലും ഒക്കെ എന്തിനാണെങ്കിലും അതിന്റെ പെഡഗോജിക് അനാലിസിസും ടീച്ചിങ് മാനുവലിന്റെ സൈഡ് സെയിം ആണ്. അതിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ സ്ട്രക്ചറും കുറെ സാധനങ്ങൾ സെയിം ആണ്. അങ്ങനെ ഒരേപോലുള്ളത് ഒരുമിച്ച് ഇരുത്തി പഠിപ്പിക്കുക. ഓക്കെ, അതാണ് സീക്വൻസ്ഡ് എന്ന് പറയുന്നത്. 3, ഷെയ്ഡ് ആണ്. ടീച്ചേഴ്സ് യൂസ് ദർ പ്ലാനിങ് ടു ക്രിയേറ്റ് ആൻ ഇന്റഗ്രേറ്റഡ് യൂണിറ്റ് അമംഗ് 2 ഡിസിപ്ലിൻസ്. 2 ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ സെയിം ആയിട്ട് വരുന്ന തരത്തിലുള്ള ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് അത് പ്ലാൻ ചെയ്യണം, പരസ്പരം ഷെയർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ടീച്ചേഴ്സിന് ഷെയർ പറഞ്ഞപ്പോഴാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഈഗോ ഉള്ള സ്ഥലം ഏതാ അറിയുന്നത്? സ്റ്റാഫ് റൂം ആണ്. കാരണം പറയണ്ട, ഇതിന് ടീച്ചേഴ്സ് ആയ ആൾക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും അല്ലേ. ഭയങ്കര ഈഗോ ആയിരിക്കും ഈ ടീച്ചേഴ്സ് തമ്മിൽ. എന്താണ് അറിയില്ല, എല്ലാ സ്റ്റാഫ് റൂമുകളിലും അങ്ങനെ തന്നെയാണെന്ന് കേട്ടേ. പ്രത്യേകിച്ച് സീനിയർ ജൂനിയർ എന്നുള്ള ഒരു വേർതിരിവ് പ്രത്യേകിച്ചിട്ട് നമ്മൾ ആദ്യം വന്നവരാണ് ഇത്ര എക്സ്പീരിയൻസ് ഉള്ളവരെങ്കിൽ ഇപ്പം വന്നവര് ആ ഒരു അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ട് സാർ. അത് മാത്രമല്ല സാർ UP LP എന്നും പറഞ്ഞുണ്ട് സാർ. അതൊക്കെ എനിക്കറിയാം. ഞങ്ങൾ ഈ ഒബ്സർവേഷന് പോകുമ്പോ ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളൊക്കെ ഇങ്ങനെ പോവേ, അവിടെ ഇങ്ങനെ ചെല്ലുമ്പോ ഒരു വേർതിരിവൊക്കെ നമുക്ക് ഇങ്ങനെ ശരിക്കും ഫീൽ ചെയ്യാറുണ്ട്. അപ്പം കണക്റ്റഡ് ഒരാളെ കുറ്റം പറയാൻ വിളിച്ചപ്പോ എത്ര ആൾക്കാരാ വരുന്നേ? ഒരു മീനിങ് വെച്ചാൽ ഒരു മനുഷ്യ ഇവിടെ കൊണ്ടുവരാ. നിങ്ങൾ ഇല്ലേ? എക്സ്പീരിയൻസ് ചോദിച്ചിട്ടാണ് സാർ പറഞ്ഞത്. ശരിയാണേ. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയണത് ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യണം കേട്ടോ. അത് നിങ്ങൾ സീരിയസ് ആയി എടുക്കൊന്നുമില്ലല്ലോ? നിങ്ങൾ ഓക്കെ, അല്ല നിങ്ങൾ സീരിയസ് ആക്കി എടുത്താൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ തമ്മിൽ കാണുന്നില്ലല്ലോ. ഓക്കെ, 4 വെബ്ബഡ് ആണ്. അപ്പൊ 1 കണക്റ്റഡ്, സീക്വൻസ്ഡ്, ഷെയർഡ്. 4th one വെബ്ബഡ്. ടീച്ചർ ഡിസൈഡ് ടു ബേസ് ഓൾ സബ്ജക്ട് ഏരിയ അറൌണ്ട് എ സെൻട്രൽ തീം വിച്ച് മോട്ടിവേറ്റ്സ് സ്റ്റുഡന്റ് ടു സീ ദ കണക്ഷൻ ടു ദം വിത്തിൻ ദ ഡിഫറെന്റ് സബ്ജക്ട്. എല്ലാ ഭാഷയ്ക്കും ഒരു ബേസ് ഉണ്ടാവാം, ഒരു അടിസ്ഥാനം. ആ ബേസ് എന്ത് ചെയ്യുക, ഒരു സെൻട്രൽ തീം ആക്കിയിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് മോട്ടിവേറ്റ് ദ സ്റ്റുഡൻസ് ടു സീ ദ കണക്ഷൻ ടു ദം. അത് തമ്മിലുള്ള കണക്ഷൻസ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുണ്ടാവും. ആ പല ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ ചില ടോപ്പിക്കുകളിൽ ഒരു ബേസിക് ആയിട്ടുള്ള ചിലപ്പോൾ ഒരു ഐഡിയാസ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ ചിലപ്പോൾ സെയിം ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് ഡിഫറെന്റ് സബ്ജക്റ്റ് എന്നുള്ള കുട്ടികളെ വിളിച്ചിട്ട് ഇതിങ്ങനെ ഒക്കെ സെയിം ആണ് എന്ന് പറഞ്ഞു കൊടുക്കുക എന്നൊക്കെയാണ് പറയുന്നത്. ഇതിപ്പോ ലാംഗ്വേജിലൊക്കെ ആണെങ്കിൽ ഇപ്പോ ഇംഗ്ലീഷും മലയാളം ഹിന്ദിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഇപ്പോ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ സെയിം ഉണ്ട്. സെന്റൻസ് സ്ട്രക്ചർ സെയിം ഉള്ളതുണ്ടാവും, അങ്ങനെ പല സംഭവങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ സെയിം ആയതൊക്കെ ഒരുമിച്ച് പഠിപ്പിക്കാന്നാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ പേഴ്സണൽ ഇന്റഗ്രേഷൻ ആണ്. ഒരു വ്യക്തിനെ നമ്മുടെ ക്ലാസ് റൂമിലേക്ക്, നമ്മുടെ ലാംഗ്വേജ് ക്ലാസ്സിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ പറയുന്നത്. ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റഗ്രേറ്റഡ് ഇൻ ടു സ്കൂൾ ആൻഡ് ഇൻ ടു ദെയർ കോഴ്സ് കരിക്കുലം റിഗാർഡ്ലെസ് ഓഫ് ദെയർ ഡിഫറൻസ്. നമുക്കറിയാം
ക്ലാസ്സിൽ വ്യത്യസ്ത തരം കുറേ കുട്ടികളുണ്ട്. പഠനത്തിന്റെ കാര്യത്തിലുണ്ട്, കാസ്റ്റിന്റെ കാര്യത്തിലുണ്ട്, കളറിന്റെ കാര്യത്തിലുണ്ട്, എബിലിറ്റീസിന്റെ കാര്യത്തിലുണ്ട്, എക്കണോമിക് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലുണ്ട്, ക്ലാസ്, കാസ്റ്റ്, ഇതിലൊക്കെ ഡിഫറൻസ് ഉള്ള കുട്ടികളാണ്. ഇവരെല്ലാവരെയും നമ്മുടെ കരിക്കുലത്തിലേക്ക്, നമ്മുടെ ക്ലാസ് റൂമിലേക്ക്, നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ കണക്റ്റഡ് ആക്കി വെക്കുന്ന പ്രോസസ്സാണ് പേഴ്സണൽ ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. Second one, personal integration can be a major part of student-centered curriculum integration. കാരണം നമ്മളെ കരിക്കുലത്തിനെ സ്റ്റുഡന്റ് സെന്റേർഡ് കരിക്കുലം ഇന്റഗ്രേഷൻ ആക്കി മാറ്റുകയാണെങ്കിൽ പേഴ്സണൽ ഇന്റഗ്രേഷൻ അതിന്റെ കൂടെ തന്നെ വരും എന്നുള്ളതാണ്. ശരിക്കും സ്കൂളിൽ നമുക്ക് അങ്ങനെ ഒരു വേർതിരിവില്ല, ഡിസ്ക്രിമിനേഷൻ ഒന്നും ഇല്ല, എല്ലാവരും ഒരുമിച്ച് തന്നെ ഇരിക്കുന്നത് അല്ലേ. അപ്പം പക്ഷെ കൂടുതൽ എന്ത് ചെയ്യണം, എല്ലാ സൊസൈറ്റിയിൽ നിന്നുള്ള ആളുകളെയും ഡിഫറെന്റ് ആയിട്ടുള്ള കാസ്റ്റും ഒക്കെ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുക എന്നുള്ളതാണ് പറയുന്നത്. പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാൻ മസ്റ്റ് ബി പ്രൊവൈഡഡ്. ഓരോ കുട്ടിക്ക് പറ്റുന്ന ലേണിംഗ് പ്ലാനുകൾ നമ്മൾ പറ്റുകയാണെങ്കിൽ പ്ലാൻ ചെയ്യണമെന്നാണ്. നമ്മൾ ക്ലാസ് റൂമിൽ കോമൺ ആയിട്ട് പഠിപ്പിക്കും. ക്ലാസ് റൂമിൽ കോമൺ പഠിപ്പിച്ചാൽ അത് മനസ്സിലാവാത്ത കുട്ടികളെ അല്ലെങ്കിൽ അതിക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്ത കുട്ടികളെ ഒക്കെ ഉണ്ടാവാം. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു പ്ലാന് കാണണം എന്നാണ് പറയുന്നത്. ശരിക്കും നമ്മളില്ലേ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിട്ട് മനസ്സിലാവാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വീണ്ടും പഠിപ്പിക്കുന്ന പ്രോസസ്സിന് ഒരു പേരുണ്ട്. അതെന്താണെന്നറിയോ? ക്ലാസ്സിൽ ഒരിക്കൽ പഠിപ്പിച്ചു, എന്നിട്ട് മനസ്സിലാവാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിവ് കുറവാണ്, അവർക്ക് വേണ്ടി വീണ്ടും നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണേന് റെമഡിയൽ ടീച്ചിങ് എന്നാണ് പറയാ. വെരി ഗുഡ്. ഒരു ആൻസർ കിട്ടി. റെമഡിയൽ ടീച്ചിങ് എന്നാണ് പറയാ കേട്ടോ. വെരി ഗുഡ്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി എഫക്റ്റീവ് ഡ്യൂറിംഗ് ദ ഏർലി സ്റ്റേജസ്. പ്രത്യേകിച്ച് ചെറിയ മക്കളൊക്കെ ആകുമ്പോഴേ, അത് അവർ അക്ഷരം തിരിഞ്ഞു വരുന്ന സമയത്ത്, ലാംഗ്വേജിന്റെ ഒക്കെ ഫസ്റ്റ് ബേസിക്സ് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഈ ഒരു സംഭവം കൊടുക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉയർത്തി കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. അഥവാ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്ന് ഉദ്ദേശിക്കുന്നത്. അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ട സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ഓക്കെ. ഇത്ര കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെഡഗോജിക്കൽ ഇന്റഗ്രേഷൻ ആണ്. ഏകദേശം അവസാനമായിക്കണ്ടോ. അതാണ് പറയും പെഡഗോജിക്കൽ ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോം കരിക്കുലം ഫ്രം മിയർ ഐഡിയാസ് ടു എക്സ്പീരിയൻസ്. കുട്ടികളുടെ പഠനം അത് കേവലം ചില ഐഡിയാസ് അല്ലെങ്കിൽ ബുക്കിഷ് നോളജ് എന്ന് കുറെ എക്സ്പീരിയൻസ് കൂടി കിട്ടുന്ന തരത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പെഡഗോജിക്കൽ ഇന്റഗ്രേഷൻ. അഥവാ നമ്മുടെ സ്കൂളിലെ നോളജിലേക്ക് ലൈഫിൽ എക്സ്പീരിയൻസും അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ആഡ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് വിൽ ഹെൽപ് ദി സ്റ്റുഡൻസ് ടു ഗെറ്റ് തിയറിറ്റിക്കൽ നോളജ്. പെഡഗോജിക്കൽ ഇന്റഗ്രേഷൻ ഓർ പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് എന്തൊക്കെ കിട്ടും? തിയറിറ്റിക്കൽ നോളജ് കിട്ടും, പ്രാക്ടിക്കൽ നോളജ് കിട്ടും, സെൽഫ് റെഗുലേഷൻ നോളജ് കിട്ടും, സോഷ്യോ കൾച്ചർ നോളജ് കിട്ടും. അഥവാ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് റൂമിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന സിലബസ്ക്ക് പ്രാക്ടിക്കൽ നോളജ് കൊണ്ടുവരണം, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കൊണ്ടുവരണം. അങ്ങനെ കൊടുത്താൽ നോളജും കിട്ടും, പ്രാക്ടിക്കൽ നോളജും കിട്ടും, എക്സ്പീരിയൻസും കിട്ടും, സെൽഫ് റെഗുലേറ്റഡ് ആയിരിക്കും. അവർ സ്വയം മുന്നോട്ട് വരുന്ന കുട്ടികളായിട്ട് മാറും എന്നുള്ളതാണ്. അങ്ങനെ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന വേരിയസ് ഓർഗനൈസേഷൻസ് ആണ് അല്ലെങ്കിൽ വേരിയസ് ആക്ടിവിറ്റീസ് ആണ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് സ്ട്രാറ്റജീസ്. വർക്കുകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രവർത്തനം കൊടുക്കുമ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ടും ഗ്രൂപ്പ് ആയിട്ടും കൊടുക്കണം. ടീച്ചർ ഓർ സ്റ്റുഡന്റ് ഇനീഷ്യേറ്റഡ് ലേണിംഗ് ആക്ടിവിറ്റീസ്. ടീച്ചർ കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ക്ലാസ് കളിക്കാം. കുട്ടികൾ പറയാണ് നമുക്ക് ഇങ്ങനെ കളിച്ചാലോ ടീച്ചറെ, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലോ ടീച്ചറെ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് റൂമിൽ ഇന്റഗ്രേറ്റ് ചെയ്യണം. അതാണ് പെഡഗോജിക്കൽ ഇന്റഗ്രേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അഥവാ കുട്ടികൾക്ക് എക്സ്പീരിയൻസിന് കൂടുതൽ ഫോക്കസ് ചെയ്യാം, പ്രാക്ടിക്കൽ നോളജിനെ ഫോക്കസ് ചെയ്യാം. ദെൻ ഡിഫറെന്റ് അസസ്മെന്റ് സ്ട്രാറ്റജീസ് ആർ ദർ. നമ്മുടെ സ്കൂളിൽ സാധാരണ പലതരം അസസ്മെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. ഞാനിവിടെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് സെൽഫ്, പിയർ, ടീച്ചർ, പ്രൊഡക്റ്റ് എന്നൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അസസ്മെന്റ് അറിയോ? എന്താ അസസ്മെന്റ് എന്ന് അറിയോ? മോണിറ്ററിംഗ്, അതായത് എക്സാമോ അങ്ങനെ എന്തെങ്കിലും. മോണിറ്ററിംഗ് മീൻസ് ഒബ്സർവ് ചെയ്യുക, അതൊക്കെ അസസ് ആണ്. സോ ഇങ്ങനെ അസസ് ചെയ്യാൻ നമുക്ക് പല ടൈപ്സ് ഓഫ് അസസ്മെന്റ് ഉണ്ട്. ഒന്ന് സെൽഫ് അസസ്മെന്റ് ആണ്. സെൽഫ് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ കുട്ടി തന്നെ സ്വയം വിലയിരുത്തുക, അതാണ് സെൽഫ് അസസ്മെന്റ്. രണ്ട്, പിയർ അസസ്മെന്റ് ആണ്. കുട്ടി തന്റെ കൂടെയുള്ള കുട്ടിനെയും കൂടി വിലയിരുത്തുക. അവര് വായിക്കാൻ നന്നായിട്ട് അറിയാം, എനിക്ക് കുറച്ച് അറിയില്ലല്ലോ, അപ്പൊ എനിക്ക് ഡെവലപ്പ് ചെയ്യണം. സെൽഫ് അസസ്മെന്റ് നടത്തിപ്പിക്കുക. ടീച്ചർ അസസ്മെന്റ് ആണ്. ടീച്ചർ അസസസ് ദ സ്റ്റുഡൻസ്. ടീച്ചർ ഓരോ കുട്ടിനെയും അസസ് ചെയ്യാം. അവര് വായിക്കാൻ അറിയാം, ഇവന് സ്പോർട്സിൽ ആക്റ്റീവ് ആണ്, അങ്ങനെ കുട്ടികൾക്ക് പറ്റി നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുക. ദെൻ പോർട്ട്ഫോളിയോ അസസ്മെന്റ് എന്ന് പറയും, അല്ലെങ്കിൽ പ്രോഡക്റ്റ് അസസ്മെന്റ്. കുട്ടികൾ എഴുതിയതിന്റെ പോയിട്ട് നോക്കുക, ഇവന് കൃത്യമായിട്ട് എഴുതാൻ കഴിയുന്നുണ്ട്, ഇവന് നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, ഇവന് നല്ല ഭാഷയുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോരുത്തർ കുട്ടി എന്ത് ചെയ്യണം, കുട്ടികൾ ടീച്ചേഴ്സിന് കുട്ടികളെ കുറിച്ചിട്ട് അറിയണം. ഇനി ഇതിൽ ഓൺലൈൻ അസസ്മെന്റ് ആണ് വേറൊന്നുണ്ട്, അസസ്മെന്റ് ത്രൂ ഓൺലൈൻ. ഓക്കെ, ഇങ്ങനെ പലതരം അസസ്മെന്റുകൾ ഉണ്ട്. ഒരു പക്ഷേ അത് ഇനിയും വന്നേക്കാം. ദെൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. പെഡഗോജിക്കൽ ഇന്റഗ്രേഷൻ ഉണ്ടെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ നോളജിന് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് ക്രിയേറ്റീവ് ആൻഡ് ക്രിട്ടിക്കൽ ആയിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ടാവും. ദെൻ മേജർ ടൂൾസ് ഫോർ ഇന്റഗ്രേറ്റീവ് പെഡഗോജി. മേജർ ടൂള് പ്രധാനമായിട്ടും ഒരു ഇന്റഗ്രേറ്റഡ് പെഡഗോജിയിൽ ഓർ പെഡഗോജിക്കൽ ഇന്റഗ്രേഷൻ ഉണ്ടാവേണ്ടത് ഡിസ്കഷൻ വിത്ത് മെന്റേഴ്സ് ആൻഡ് പിയേഴ്സ്. നമ്മുടെ ഈ കുട്ടികൾക്ക് മെന്റേഴ്സ് ഉണ്ടാവും. മെന്ററിങ് ഓർ മെന്റേഴ്സ് ആണ് എന്താ അറിയോ, നമ്മള് അതായത് നമ്മൾ എന്താണ് മനസ്സിലാക്കി നമുക്ക് ഗൈഡൻസ് ആയിരുന്നു ഗൈഡൻസ്. അഥവാ ഒരു കുട്ടിക്ക് ഒരു മെന്ററിംഗ് എന്നുള്ള സിസ്റ്റം ശരിക്ക് ഒരു ടീച്ചറും പ്ലസ് 4 to 5 ഒരു 10-നുള്ളിൽ 7 കുട്ടികൾ അങ്ങനെ ഒരു ടീച്ചർ ആ ഒരു കൂട്ടം കുട്ടികളെ ഏറ്റെടുക്കുകയാണ്. അവർക്ക് വേണ്ട എല്ലാ ഗൈഡൻസ് കൊടുത്ത് അവരുടെ കൂടെ നടന്ന് അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാണ് മെന്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ മെന്റേഴ്സുമായിട്ടും പിയേഴ്സുമായിട്ട് അവരുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സംസാരിച്ചാൽ ഈ കുട്ടികളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ദെൻ നമ്മൾ ട്യൂട്ടർ ചെയ്യുക, മെന്റർ ചെയ്യുക, നമ്മൾ അവരെ ഗൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറെ മേജർ ടൂൾസ്. ജസ്റ്റ് ഇങ്ങനെ ഒരു 1-2 പോയിന്റ് അതിൽ കൊടുത്തിട്ടുള്ളൂ. ഇത്രയാണ് പെഡഗോജിക്കൽ ഇന്റഗ്രേഷൻ. ഏറ്റവും അവസാനത്തേക്ക് ഉണ്ടോ, ഡോണ്ട് വറി. ദെൻ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെഡഗോജി ഓഫ് ഇന്റഗ്രേഷൻ അഥവാ ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പെഡഗോജി. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രാക്ടിക്കൽ നോളജ് തിയറിറ്റിനെ കൂടെ കൊണ്ടുവരണം. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താ? ഒന്ന്, മേക്കിംഗ് സെൻസ് ഓഫ് ദ ലേണിംഗ് പ്രോസസ്. കുട്ടികൾക്ക് ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, എന്താണ് പഠിച്ചാലുള്ള ഗുണം, അതിന്റെ ലൈഫിൽ ഞാൻ എവിടെ അപ്ലൈ ചെയ്യുക, അങ്ങനെയുള്ള കുറെ നോളജ് ഉണ്ടാവും. 2, ഡിഫറൻഷിയേറ്റിംഗ് മാറ്റേഴ്സ് ബൈ റെലവൻസ്. അവരെന്ത് ചെയ്യും, ഡിഫറൻഷിയേറ്റിംഗ് മാറ്റേഴ്സ്, ഇത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെങ്കിൽ അത് റെലവെന്റ് അല്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് എന്നൊക്കെ അവർക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 3, അപ്ലൈയിങ് ദ ലേണിംഗ് ടു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ. അവർ ക്ലാസ് റൂമിൽ പഠിച്ചത് കൃത്യമായി എന്ത് ചെയ്യും, അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അപ്ലൈ ചെയ്യും. നമുക്കൊക്കെ നഷ്ടപ്പെട്ട ഒരു വലിയ പോയിന്റ് ആണിത്. അപ്ലൈയിങ് ദ ലേണിംഗ് ടു പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ്. പഠിച്ചു കുറെ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ 7ാം ക്ലാസ്സിലോ ഒക്കെ എനിക്ക് തോന്നുന്നു ഈ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചിട്ടും നമ്മൾ കീടനാശിനി, കീടനിയന്ത്രണങ്ങള്, അതുപോലെ തന്നെ ജൈവ വളങ്ങൾ, ഇങ്ങനെ കുറെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? പഠിച്ചിട്ടില്ലേ നിങ്ങളൊക്കെ? അന്ന് ആ ഒരു ജൈവവളം കണ്ടിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഒരു കീടനാശിനി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഈ കീടനാശിനി ഉപയോഗിച്ച് ഏതെങ്കിലും ചെടിനെ രക്ഷിക്കുന്നത് നിങ്ങൾ ആ ഒരു സ്കൂളിലെ ടീച്ചർ ആഭിമുഖ്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? ഞങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട്. നമ്മൾ ഈ കടലപ്പിണ്ണാക്ക് എന്തൊക്കെയോ വെച്ചിട്ട് എന്തുണ്ടാക്കാം, കീടനാശിനികൾ വരും, അത് കെട്ടി തൂങ്ങി വെക്കണം. അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ട് കുറെ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ അവരുടെ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും, പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് അവർ പഠിച്ച നോളജിനെ അപ്ലൈ ചെയ്യുന്നുള്ളതാണ് പെഡഗോജി ഓഫ് ഇന്റഗ്രേഷന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. ദെൻ അസോസിയേറ്റിംഗ് ദ ലേൺഡ് മെറ്റീരിയൽസ്, അഥവാ അവർ പഠിച്ച മെറ്റീരിയൽസ് തമ്മിൽ കണക്ട് ചെയ്യുക, അസോസിയേറ്റ് ചെയ്യുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇങ്ങനെ പഠിച്ചത് തമ്മിലൊക്കെ ഒരു കണക്ഷൻ ഉണ്ടാക്കാനൊക്കെ ഇതെന്ത് ചെയ്യും, കുട്ടികളെ സഹായിക്കും. നെക്സ്റ്റ് സ്ലൈഡ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. സോ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് സ്ലൈഡ്. യു നോ വാട്ട് ഈസ് ദാറ്റ്? താങ്ക് യു. അല്ല, ഓ എന്താണോ? ഓക്കെ, താങ്ക് യു. താങ്ക് യു വിട്ടിട്ട് കളില്ലല്ലോ നമുക്ക്. കാരണം നിങ്ങൾ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ നമ്മളിങ്ങനെ കേട്ടിരിക്കുകയാണ്. സോ ദാറ്റ് നീഡ്സ് എ ഗ്രേറ്റ് എഫേർട്ട്. ഓക്കെ, സംഭവത്തിന് കൂടെ നിങ്ങൾ ചിലപ്പോൾ കുട്ടിക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ടാവാം, പലത് ചെയ്യുന്നുണ്ടാവാം, എങ്കിലും അല്ലാത്തതുണ്ട്. ഓക്കെ, ഇന്ന് ക്ലാസ്സിൽ ഫസ്റ്റ് വന്ന ആൾ ഫാത്തിമയാണ്. സോ എനിവേ, നമ്മളിപ്പോ ഇന്ന് കവർ ചെയ്ത പേപ്പർ ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ? ലാംഗ്വേജ് അക്രോസ് കരിക്കുലം. പക്ഷെ യൂണിറ്റിന്റെ പേര് ഓർക്കുന്നുണ്ടോ? ഓർക്ക വായിച്ചോളൂ. കൺസെപ്ച്വലൈസേഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് അക്രോസ് ദ കരിക്കുലം. ലേണിംഗ് അക്രോസ് ദ കരിക്കുലം. സോ വി ഹാവ് കംപ്ലീറ്റഡ് ദ യൂണിറ്റ്. എല്ലാവരും ശരിക്കും പഠിക്കുക, കൂടെ തന്നെ വരിക, കാര്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇതിനെ പ്രാക്ടിക്കൽ ക്ലാസ്സിനെ മുന്നിൽ കണ്ടിട്ട് അതിൽ അപ്ലൈ ചെയ്യാനുള്ള രൂപത്തിൽ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ.